നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് പുരാണിക് ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു ഫിനോമിനലും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിന്റെ ഇമ്പാക്റ്റും ആണ്. സോ ഒരു കാര്യം ആദ്യമേ പറഞ്ഞു വെച്ചിട്ട് നമ്മൾ തുടങ്ങുകയാണ്. ഹിന്ദുയിസം എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയിട്ട് നിന്നത്, അല്ലെങ്കിൽ എറ്റേണൽ, സനാതനം എന്നുള്ള ഒരു ടാഗ് ഇതിനുള്ളത് കൊണ്ട് എപ്പോഴും ഒരുപോലെ നിന്ന ഒരു റിലീജിയൻ ആണെന്ന് നമ്മൾ റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നുകയില്ല. ദർ ഇസ് അബ്സല്യൂട്ട്ലി no historical records which suggest that Vedism or Brahmanism or classical Hinduism or Puranic Hinduism or later day modern Hinduism or the various reforms and the various trajectories that this particular religion has taken, it has never remained static. In fact, if we look at the long history of what is today understood as Hinduism, based on an analysis of sources, particularly Sanskrit sources, we can sort of divide it into various stages. Now, there are two strands of thought that we have about Hinduism. So, you have scholars like Wendy Doniger, scholars like Suviraj Jaiswal, who argue that in the past you have a religion called as Hinduism. And that if you look at Hinduism through a non-Eurocentric lens, then you can definitely call it a religion. Though it might not have a church, though it might not have a monotheistic belief with a particular set of deities being understood as the primary deities, though it might not have a particular set of doctrinal practices which is practiced all across the Indian subcontinent, it can still be understood as a religion. It is just that when we usually look at the phenomena that we refer to as religion, we use a very Eurocentric way. So we sort of use Semitic religions like Judaism and Christianity as the template. And that is why we do not acknowledge that Hinduism is a religion. In fact, if you rip apart or if you take out that particular Eurocentric framework, you can definitely refer to Hinduism as a religion. And it is a religion which is set on the idea of orthopraxy. അതായത് പല സ്ഥലത്ത് പല പോലെ നിൽക്കുമെങ്കിലും നമുക്ക് ചില കോമൺ ട്രെൻഡ്സ് കാണാൻ പറ്റുന്ന ഓർത്തോപ്രാക്സി എന്ന് നമുക്ക് ടെക്നിക്കൽ ടേമിൽ വിളിക്കാൻ പറ്റുന്ന ഒരു റിലീജിയൻ തന്നെയാണ് ഹിന്ദുയിസം. അത് പല ഡിസ്റ്റിങ്ക്റ്റീവ് ഫേസസിലൂടെ പോയിട്ടുണ്ട്. പക്ഷെ വേദാസ് യൂസ് ചെയ്ത് തന്നെത്താനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന ഒരു ട്രെൻഡും, അതായത് ഈ വേദാസ് എല്ലാവർക്കും അറിയണമെന്നില്ല, പക്ഷെ വേദാസ് എന്ന് പറയുന്ന ഒരു കാര്യം യൂസ് ചെയ്ത് ഈ റിലീജിയന്റെ ഫോളോവേഴ്സും തന്നെ ലെജിറ്റിമൈസ് ചെയ്യും. അത് നമ്മൾ പുരാണിക് ഹിന്ദുയിസത്തിൽ നോക്കിയാലും ബ്രാഹ്മണിസത്തിൽ നോക്കിയാലും ഏർലി വേദിക് ഏജിൽ നോക്കിയാലും മോഡേൺ ഡേ ഹിന്ദുയിസത്തിൽ നോക്കിയാലും നമ്മുടെ കണ്ടംപററി ഡിബേറ്റ്സിൽ നോക്കിയാലും ആരും ഈ വേദങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല. ഇതിനകത്ത് എന്തുണ്ടെന്ന് ആൾക്കാർക്ക് അറിയില്ലായിരിക്കും. ഈ വലിയ ഡിബേറ്റ്സ് വേദാസിനെ കുറിച്ച് പറയുന്നവർ പോലും ഇതിനകത്ത് എന്താണുള്ളത്, ഇതിനകത്ത് ഏത് ഡീറ്റെയിൽസിനെ കുറിച്ചാണ് പറയുന്നത്, ഇതിന്റെ ഒരു സോഷ്യോ എക്കണോമിക് സെറ്റിംഗ് എന്താണെന്ന് ഇതൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ വേദങ്ങളിലെല്ലാം ഉണ്ട്. എവറിഥിങ് ഇസ് ദെയർ ഇൻ ദ വേദ. ന്യൂക്ലിയർ ടെക്നോളജി തൊട്ട് നാനോ ടെക്നോളജി തൊട്ട് കോസ്മെറ്റിക് സർജറി വരെ എല്ലാ കാര്യങ്ങളും വേദസിൽ ഉണ്ടെന്ന് വാദിക്കും. എന്നിട്ട് ഇതിന് എവിഡൻസ് പറയാൻ എന്താ ചോദിച്ചാലോ, അർജുനന്റെ ബ്രഹ്മാസ്ത്രം ഉണ്ടായിരുന്നെന്ന് പറയും. ബട്ട് അർജുനൻ വേദങ്ങളിൽ ഇല്ല. അർജുനൻ മഹാഭാരത ട്രഡീഷൻ വിച്ച് കെയിം മച്ച് ലേറ്റർ. 1500 BC to 1000 BC വേദസ് എന്ന് പറഞ്ഞ് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടതാണ് വേദാസ് എന്ന് പറയുന്നത്. പിന്നീട് ഒരു 500 BC ഒക്കെ ആകുമ്പോഴാണ് നമ്മുടെ മഹാഭാരത രാമായണ ട്രഡീഷൻസ് എഴുതപ്പെടുന്നത്. സോ ഇതെല്ലാം ഈ പാസ്റ്റിന്റെ പല പല കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടതാണെന്നും പല പല പ്രോസസ്സുകളിലൂടെ പോയതാണെന്നും ഉള്ള ഒരു ബോധ്യമില്ലാതെ ഈ പാസ്റ്റ് എല്ലാം കൂടി ഇവരുടെ തലയിൽ ഫ്യൂസ് ചെയ്ത് ഒറ്റ ഒരു ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്. സോ യുവർ അർജുന ആൻഡ് യുവർ സവിതുർ ആൻഡ് യുവർ അഗ്നി ആൻഡ് യുവർ ഇന്ദ്ര ആൻഡ് യുവർ മാരിയമ്മൻ ആൻഡ് യുവർ ശക്തി എല്ലാം കൂടെ ഒറ്റ ഒരു സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇത് പല പല കാലഘട്ടങ്ങളിലാണ് ഈ ഡീറ്റീസ് ഇവോൾവ് ആയതെന്നും പല പല കാലഘട്ടങ്ങളിൽ പുതിയ ഡീറ്റീസിനെ ഹിന്ദുയിസത്തിന്റെ ലാർജർ ഫോൾഡിലേക്ക് കൊണ്ടുവന്നു എന്നും നമുക്ക് കൃത്യമായിട്ട് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിന്റെ ബേസിസിൽ നമുക്ക് ഹിസ്റ്റോറിയൻസ് അത് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കേഴ്സറി റീഡിങ് ഓഫ് ദ വേദാസ് ചെയ്താൽ പോലും
ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ ഒരു ദിവസം ഒരു പേജ് വേദാസിന്റെ വായിച്ചാൽ പോലും മനസ്സിലാകുന്നേ ഉള്ളൂ. പക്ഷെ അതിനൊരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യില്ല. ഘോരഘോരം പ്രസംഗിക്കുമെങ്കിലും അതിന് 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചരിത്രകാരന്മാർ, നാഷണലിസ്റ്റിക് ചരിത്രകാരന്മാരുടെ ബുക്ക് എടുത്ത് നോക്കിയാൽ പോലും മതി, അതും കൂടി ചെയ്യില്ല. ഇതൊരു എന്താണ്, ഒരു ആന്റി ബുക്സ് അല്ലെങ്കിൽ ആന്റി റീഡിങ് ട്രെൻഡ് ഉള്ളത്. ലെറ്റ്സ് ലീവ് ദാറ്റ് ഫോർ നൗ. സോ നമ്മൾ ഒരു സാൻസ്ക്രിറ്റ് വർക്ക്സിന്റെ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട വർക്ക്സിന്റെയും ഒരു ബ്രീഫ് ടൈം ലൈൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 1200, വി ക്യാൻ ഈവൻ അലോ വിട്ടിൽ 1500 BC-യിൽ ഋഗ്വേദം എഴുതപ്പെടുന്നു. 1200 to 100 BC-യുടെ ഇടയ്ക്ക് യജുർ, സാമ, അഥർവ വേദങ്ങൾ എഴുതപ്പെടുന്നു. From 800 to 600 BC, you have Brahmanas being written. 600 to 500 BC-യിൽ അരണ്യകാസ് എഴുതപ്പെടുന്നു. 500 to 400 BC-യിലാണ് ഉപനിഷത്സ് എഴുതപ്പെടുന്നത്. 400 BC-യിൽ വേദാന്ത സൂത്രങ്ങൾ, ബദ്രായണയുടെ വേദാന്ത സൂത്രങ്ങൾ എഴുതപ്പെടുന്നു. 483, 486 BC-യിൽ ഗൗതമ ബുദ്ധ ഡൈസ്. നമുക്ക് ബുദ്ധന്റെ നിർവ്വാണ പ്രാപ്തിയെ കുറിച്ചാണ് കറക്റ്റ് ആയിട്ട് ഒരു ഡേറ്റ് കിട്ടുന്നത്. ജനിച്ച തീയതിയെ കുറിച്ചും ജീവിച്ചിരുന്ന വർഷങ്ങളെ കുറിച്ചും ഡിബേറ്റ് ഉണ്ട്. പക്ഷെ അശോകൻ ഈഡിക്സിൽ ബുദ്ധൻ മരിച്ച വർഷം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു പർട്ടിക്കുലർ ഡേറ്റിൽ ഇതിനെ പെഗ് ചെയ്യാൻ പറ്റും. 468 BC-യിൽ ഇതുപോലെ വർദ്ധമാന മഹാവീര. ഇത് സെക്കൻഡ് അർബനൈസേഷന്റെ കാലഘട്ടം എന്ന് വിളിക്കപ്പെടുന്നു. ഫസ്റ്റ് അർബനൈസേഷൻ ഹാരപ്പയുടെ സമയത്ത്. അത് കഴിഞ്ഞ് നമ്മൾ വേദിക് ടൈമിൽ കാണുന്ന ഒരു റൂറൽ ബേസ്ഡ് ലൈഫാണ്, ഒരു വില്ലേജ് സെൻട്രിക് ലൈഫാണ്. പിന്നീട് ഇന്ത്യയിൽ സിറ്റീസ് എമേർജ് ചെയ്യുന്നത് ഏകദേശം ഒരു 5th century BC-യിൽ ജനപദാസ് എമേർജ് ചെയ്യാണ്. ജനപദാസിന്റെ കൂടെ ഓരോ ജനപദയുടെയും ക്യാപിറ്റൽ ആയിട്ടും അല്ലാതെ പോർട്ട് സിറ്റീസ് ആയിട്ടും സെക്കൻഡ് അർബനൈസേഷന്റെ കാലഘട്ടം ആണ് ഈ കാലഘട്ടം. 400 to 100 BC-യുടെ ഇടയിൽ ലേറ്റർ ഉപനിഷത്സ് എഴുതപ്പെടുന്നു. 300 BC-യിൽ ഗൃഹ്യ സൂത്രാസ് എഴുതപ്പെടുന്നു. ഈ ഗൃഹ്യ സൂത്രാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഗൃഹ്യ സൂത്രാസിലാണ് ഒരു ഹൗസ് ഹോൾഡർ, നമ്മളെ പോലെയുള്ള ആൾക്കാർ, റിനൗൺസിയൻസ് ഒന്നുമല്ല, സെയിൻസ് ഒന്നുമല്ല, സാധാരണ ആൾക്കാർ എങ്ങനെ ജീവിക്കണം. So if you are an ideal husband, if you are an ideal Vaishya, if you are an ideal Brahmana, if you are an ideal wife, how should you live your life? ഇത് ഗൃഹ്യ സൂത്രയിൽ, അതായത് ഹൗസ് ബേസ്, ഗൃഹ വീട് എന്നുള്ളതായിട്ട് ഗൃഹ്യ സൂത്രയിൽ പറയും. 300 BC-യിൽ പാണിനിയുടെ അഷ്ടാധ്യായി എഴുതുന്നു. അപ്പൊ അതുവരെ ഉള്ളത് ആർക്കൈക് വേദിക് സംസ്കൃതിലാണ്. പാണിനിയുടെ അഷ്ടാധ്യായി രചിക്കപ്പെടുമ്പോൾ തൊട്ട് സാൻസ്ക്രിറ്റ് ഗ്രാമറിന് ഒരു കോഡിഫൈഡ് ഒരു സ്ട്രക്ചർ കിട്ടുകയാണ്. പിന്നീടുള്ളത് നമ്മൾ പണിനിയൻ ഗ്രാമറിലാണ് പിന്നീടുള്ള സാൻസ്ക്രിറ്റ് ആകുന്നത്. ഈ വർക്കുകൾ വായിക്കാൻ നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ്. കാരണം ഒരു പെർട്ടിക്കുലർ ഗ്രാമർ ഉണ്ട്, കോൺജുഗേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നു. സോ ഇത് കഴിഞ്ഞിട്ടുള്ള വർക്ക്സ് കുറെ കൂടെ അന്വയങ്ങളൊക്കെ ചെയ്ത് നമുക്ക് വായിക്കാൻ ഈസിയാണ്. 300 to 100 BC-യിലാണ് ധർമ്മശാസ്ത്രങ്ങളും ധർമ്മസൂത്രങ്ങളും എഴുതപ്പെടുന്നത്. ഈ ഒരു ഏജോടെയാണ് നമുക്ക് പതിയെ വേദസത്തിൽ നിന്ന് നമ്മൾ ബ്രാഹ്മണിസത്തിലേക്ക് മാറുകയാണ്. ഈ ധർമ്മസൂത്രങ്ങളിലാണ് കാസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആവുന്നതും. കാസ്റ്റ് അണ്ടർസ്റ്റുഡ് ആസ് ബോത്ത് വർണ്ണ ആൻഡ് ജാതി. നമുക്ക് ഇംഗ്ലീഷിൽ ഒറ്റ വേർഡേ ഉള്ളൂ. മലയാളത്തിൽ യു ഹാവ്, sorry, not in Malayalam, in Sanskrit you have two terms. You have varna, which refers to the fourfold division of all people who belongs to the Brahmanic pale into Shudras, into Brahmanas, into Vaishyas and Kshatriyas. So you have that, plus you have Jati. Now, different scriptures, different Dharma Shastras, like the Manava Dharma Shastra or what is known as the Manusmriti, gives different origins for Jatis. So one such theory is of the Sankara Jati, that Varnas intermarried or had sexual unions together and gave rise to the different Jatis that we have. But this is a problem because we only have 4 Varnas, and how many permutation combinations can you have? So the second theory that we have is that you have a set of people being brought into the Brahmanic pale, maybe as prisoners of war, maybe as people who were subjugated. And when you have new people coming into the Brahmanic fold, you give them a Jati status. And obviously you're giving them a Jati status which is lower in the order. So you have that theory as well. But then you have numerous either myths about the origin of Jatis as well. But what is to be remembered here is that the English term caste denotes 2 kinds of social stratification or 2 kinds of large divisions. One is that of Varna, the other being that of Jati. So 300 to 100 BC, you have the emergence of what can be termed as Brahmanism.
And then again, you have around 200 BC, the composition of Valmiki Ramayana. Now, there is a possibility that from around 500 BC, and do remember that it's a reverse count order till we reach 0 BCE, which is the same as 0 CE. So maybe historians like Romila Thapar and R. Sharma have opined that from around 500 BC, there might have been the oral tradition of a Rama Katha. But it was only written down by around 200 BC by Valmiki. So there is a possibility that there was the idea of the Ramakatha or the kernel of the idea of the Mahabharata, maybe from around 500 BC, but this was written down much later. So in 200 BC, you have Valmiki Ramayana being written, and then you have the Patanjali Yoga Sutras being written, and around 100 to 300 BC, you have from Tamil Nadu, Changam literature being written. ഇതാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തമിഴകം എന്ന് പറഞ്ഞ ഒരു ഐഡിയയിൽ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്ന ഒരു ലിറ്റററി എഫ്ലോറസൻസിന്റെ സമയം ആണ്. അത് 8 തോകയെന്ന് 18 പാട്ടെന്ന് പറഞ്ഞ് 18 ആന്തോളജീസ് ആയിട്ടാണ് സംഘം ലിറ്ററേച്ചർ. അഗെയിൻ ഇതിന്റെ ഒരുപാട് റിസർച്ച് ഇതിൽ നടന്നിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കരിക്കുലത്തിലോ നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇതിലോ ഇതിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഇത്രയും ഭംഗിയുള്ള അല്ലെങ്കിൽ ഇത്രയും ഭംഗിയുള്ള ലിറ്ററേച്ചർ അറ്റ് ദ സെയിം ടൈം ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ റീകൺസ്ട്രക്ഷൻ ഹിസ്റ്റോറിയോഗ്രഫിയുടെ സൈഡിൽ നിന്നും ഹിസ്റ്ററിയുടെ സൈഡിൽ നിന്നും നോക്കുകയാണെങ്കിൽ നമുക്ക് ദിസ് ഷുഡ് ബി ഗിവൻ എ ലോട്ട് ഓഫ് എംഫസിസ്, ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ്. പക്ഷെ അതിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തിട്ടില്ല. തിണൈകളുടെ ഒരു ഹിസ്റ്ററിയും കോ എക്സിസ്റ്റൻസിന്റെ, അതായത് 5 കൈൻഡ് ഓഫ് ലിവിങ് സിസ്റ്റംസ് ഒരുമിച്ച് 700ഓളം വർഷം കോ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഹിസ്റ്ററിയും നമുക്ക് പറയേണ്ട ആവശ്യമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അതിനെക്കുറിച്ച് നമ്മുടെ പോപ്പുലർ ഡൊമൈനിൽ ഒട്ടും തന്നെ ഡിസ്കഷൻ വന്നിട്ടില്ല. ബിക്കോസ് ദാറ്റ് ഈസ് ഓൾസോ ഹിസ്റ്ററി. നമ്മുടെ ഹിസ്റ്ററി ഈ വേദിക് ഹിസ്റ്ററിയും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഹിസ്റ്ററി മാത്രമല്ല, നമ്മുടെ ഹിസ്റ്ററിയിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എപ്പിസോഡ്സ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഫോർ ഇൻസ്റ്റൻസ്, ഇപ്പൊ നമ്മൾ അകന്നാന്നൂറ് പുറംനാന്നൂറ് എടുക്കണമെങ്കിൽ അകന്നാന്നൂറ് 400 poems അബൌട്ട് വാർ, about 400 poems about what goes on inside aham, inside you. So it's about love, it's about poetry, it's about relationships between people. Again, you have പുറംനാന്നൂറ്, which is about war, which is about aggression, വെളിയിലുള്ളത്. അപ്പം ഇങ്ങനെയുള്ള വർക്ക്സ് നമുക്കുണ്ട്. ഇതിന്റെ പുറത്ത് ഇഷ്ടം പോലെ റിസർച്ച് നടന്നിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കരിക്കുലത്തിലോ നമ്മുടെ പോപ്പുലർ ഡിസ്കോഴ്സിലോ ഇത് എത്തിയിട്ടില്ല. So moving on, around 600 CE, you have the Bhagavad Gita being composed and being added to Mahabharata. And then you have around 100 CE again, the Manava Dharma Shastra or Manusmriti being written. Around 200 CE, you have Kautilya's Arthashastra being written. From around 250 to 300 BCE, we have the Puranas being written. So you have the Markanda Purana being written somewhere between 250 to 550 BCE. Then you have the Matsya Purana being written again in the same period. And then you have the set of Panchatantras. And you have from 350 to 950 CE, you have the Brahmanda Purana being written. 450 CE, you have the Vishnu Purana being written. 450 to 900 CE, you have the Vamana Purana being written. Then you have the Kurma Purana, the Padma Purana, the Linga Purana, the Skanda Purana, the Shiva Purana. And in and around 950 BCE, you have the Bhagavata Purana being written. So, ഇതിന്റെ ഒരു ടൈം സ്പാൻ നിങ്ങൾ നോക്കിയാൽ 450 to 900 വലിയ പീരീഡ് ആണ്. അപ്പൊ ഇതിൽ എവിടെയെങ്കിലും എഴുതപ്പെട്ടെന്നല്ല അർത്ഥം. ആദ്യം ഇനിഷ്യലി എഴുതപ്പെട്ട് കാണും, അതിന്റെ കൂടെ പിന്നെ ലെയേഴ്സ് ആഡഡ് ആയി കാണും, പിന്നെ അതിൽ ഇന്റർപോളേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്, അതിലെ കമന്ററികൾ പിന്നെ ആയിരിക്കും എഴുതിയത്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വലിയ പീരീഡ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് ഒരു പർട്ടിക്കുലർ ഡേറ്റിന് ഇത് വെക്കാൻ പറ്റാത്തത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഹിന്ദുയിസം എന്ന് വിളിക്കുന്ന ഒരു പർട്ടിക്കുലർ റിലീജിയൻ ആണെന്നുള്ള വാദങ്ങളുണ്ട്. സുവരാജ് ജയ്സ്വാലും വെണ്ടി ഡോണിജറും പോലുള്ളവർ അങ്ങനെ വാദിക്കുന്നുണ്ട്. Now you also have another set of historians who argue that ഇതെല്ലാം വേറെ വേറെ റിലീജിയസ് ഫോർമേഷൻസ് ആണ്. ഫോർ ഇൻസ്റ്റൻസ്, റോമില താപ്പറിന്റെ ഒരു വാദം, വേദിസം എന്ന് പറയുന്ന ഒരു റിലീജിയൻ ഉണ്ടായിരുന്നു, അതിലുള്ള സെറ്റ് ഓഫ് ഡീറ്റീസ്, അതിലുള്ള കൈൻഡ് ഓഫ് റിച്വൽസ്, അതിലുള്ള കൈൻഡ് ഓഫ് റിലീജിയസ് ഫോർമേഷൻ, ഇതെല്ലാം തന്നെ നമ്മൾ പിന്നീട് കാണുന്ന ബ്രാഹ്മണിസത്തിൽ നിന്ന് അബ്സല്യൂട്ട്ലി വ്യത്യാസമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു റിലീജിയസ് ഫോർമേഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല.
ഈ ഒരു നേരത്തെ ഉണ്ടായിരുന്ന വേദിസത്തിന്റെ ചില ആസ്പെക്റ്റുകൾ മാത്രം സ്വാംശീകരിച്ച് ചില ആസ്പെക്റ്റുകൾ മാത്രം കടമെടുത്ത് അതിൽ നിന്ന് ലെജിറ്റിമസി സീക്ക് ചെയ്തുകൊണ്ട് പിന്നീട് വന്ന റിലീജിയസ് ഫോർമേഷൻസ് ആണ് ബ്രാഹ്മണിസവും ക്ലാസിക്കൽ ഹിന്ദുയിസവും എന്നൊക്കെ വേറൊരു വാദമുണ്ട്. പിന്നെ ഡേർക്സിന്റെ പോലത്തെ ഒരു വാദം ഉള്ളത് ഹിന്ദുയിസം ഉണ്ടാകപ്പെടുന്നത് ബ്രിട്ടീഷ് സമയത്തും പോർച്ചുഗീസ് സമയത്തുമാണ്. അതായത് അവരുടെ സെൻസസും സർവേയിലും കൂടെയാണ് ഹിന്ദുയിസം, അതായത് ഇവരെ എല്ലാം അതായത് യു ഹാവ് ഫ്രം ദ യൂറോപ്യൻ വർക്ക്സ്. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പൊ ഗാർസിയ ഡോർട്ടോ വാസ് എ പോർച്ചുഗീസ് ഫിസിഷ്യൻ. അപ്പം 16th സെഞ്ച്വറിയിൽ ബീജാപ്പൂർ സുൽത്താന്റെ കോർട്ടിൽ പുള്ളി വരികയാണ്, ഫിസിഷ്യൻ ആയിട്ട് വരികയാണ്. ഇനിഷ്യലി പുള്ളി ഒരു ജൂ ആയിരുന്നു, പിന്നീട് പുള്ളി ക്രിസ്ത്യനായി. അപ്പൊ അങ്ങനെ കുറെ ഹിസ്റ്ററി ഉണ്ട് ഗാർസിയ ഡോർട്ടോ. ലെറ്റ്സ് നോട്ട് ഗെറ്റ് ഇൻടു ദാറ്റ്. അപ്പൊ പുള്ളി അതായത് ഗാർസിയ ഡോർട്ടോ പറയുന്നുണ്ട്, കൊളോക്കീസ് എന്ന് പറഞ്ഞ 16th സെഞ്ച്വറി വർക്കില് 1563 പബ്ലിഷിംഗ്, അതായത് ഇന്ത്യയിൽ നിന്ന് പബ്ലിഷ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ ബുക്കുകളിൽ ഒരു ബുക്കാണ് ഈ കൊളോക്കീസ്. അപ്പം ഈ ബുക്കിൽ ഗാർസിയ ഡോർട്ടോ പറയുന്നുണ്ട് ജെന്റു ഫിസിഷ്യൻ, അവിടെയും ഹിന്ദു നല്ല യൂസ് ചെയ്യുന്ന ജെന്റു ഫിസിഷ്യനോട് സംസാരിച്ച് അവരുടെ മെഡിക്കൽ നോളജ് ഒന്നും നമുക്ക് പറഞ്ഞു തരത്തില്ല. 3 സെറ്റ് ഓഫ് ജെന്റു ഫിസിഷ്യൻസ് കോർട്ടിൽ തന്നെയുണ്ട്. അപ്പൊ എഗെയിൻ ഈ ജെന്റൂസിന്റെ ഇടയിൽ തന്നെ 3 സെക്ട് ഉണ്ടെന്ന് ഗാർസിയ ഡോർട്ടോ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗാർസിയ ഡോർട്ടോ പറയുന്നുണ്ട് മലബാറിൽ നിന്ന് വന്ന ജെന്റു ഫിസിഷ്യൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞുകൊണ്ട് ബ്രാഹ്മിൺ ഫിസിഷ്യൻസ് ഉണ്ടെന്ന്. സോ വെരി ഡെഫിനിറ്റീവ്ലി ജെന്റു ഫിസിഷ്യൻസും പറയുന്നുണ്ട്, ബ്രാഹ്മിൺ ഫിസിഷ്യൻസും പറയുന്നുണ്ട്. ഇതിനെ 2 ഗ്രൂപ്പായിട്ടാണ് ഗാർസിയ ഡോർട്ടോ കാണുന്നത്. സോ ഇതുപോലെ ഒരുപാട് യൂറോപ്യൻ വർക്ക്സിൽ ജെന്റുന്നും പേഗനും എല്ലാം വിളിച്ചിട്ട് റീജിയണൽ അല്ലെങ്കിൽ വെർനാക്കുലർ റിലീജിയസ് ട്രഡീഷൻസിനെ വിളിക്കുന്നുണ്ട്. ഇതൊന്നും തന്നെ ഒരു ലാർജ് ട്രഡീഷന്റെ ഭാഗമാണെന്നുള്ള രീതിയിൽ ഇവർ പറയുന്നുമില്ല. So on the basis of a lot of European works, certain historians have also argued that Hinduism as a religion emerged maybe only in the 18th and 19th centuries. So ആ ഒരു വാദം നിൽക്കുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, ലാർജ് ചങ്ക് ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ ഹിന്ദു ആകുന്നത് ഈ സമയത്ത് തന്നെയാണ്. കാരണം ഈവൻ ഇഫ് യു അഗ്രി വിത്ത് സുവിരാജ് ജയ്സ്വാൾ that there was a tradition called as Hinduism, a large population, maybe of tribal people, maybe of people who belong to multiple kinds of sects which were not part of Hinduism. For instance, ഇപ്പം നമ്മുടെ ലിംഗായത്ത് ട്രഡീഷൻ അവർ പറയുന്നുണ്ട്, അവർ കോർട്ടിൽ കേസിന് പോയിട്ടുണ്ട് ഞങ്ങൾ ഹിന്ദുക്കളല്ലെന്ന്. വാൽമീകീസ് കോർട്ടിന് കേസ് പോയിട്ടുണ്ട് ഞങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെ നിന്നിരുന്ന കുറെ സെക്റ്റുകളെ ഹിന്ദു ആയിട്ട്, അതായത് ഇവർക്ക് അറിയാവുന്ന റിലീജിയൻസ് ഹിന്ദുയിസം, ബുദ്ധിസം, സിഖിസം, അതായത് യൂറോപ്യൻസിന് അറിയാം, പിന്നെ ക്രിസ്ത്യാനിറ്റി ഇതൊക്കെ ഉള്ളൂ. So when you go with a census form, you're obviously going to tick what is there given on the form there. So a large chunk of the Indian population became Hindus through the process of census and survey in the 18th-19th century. That has to be understood and acknowledged. കാരണം നമുക്ക് അതിനുള്ള archival records ഉണ്ട്. But again, when we look at the long past of Brahmanism, you do see that there are these texts which are being written from multiple parts of North India and which have a meticulous self-referencing technique. So when Manusmriti is being composed, later texts like the Yajnavalkya Smriti or that of the Narada Smriti refers to Manusmriti. So ഇങ്ങനെ ഒരു ടെക്സ്റ്റുകളുടെ ലീനിയേജ് അല്ലെങ്കിൽ ഒരു ജിനിയോളജി നമുക്ക് കാണാൻ പറ്റും. സോ ഒരു വിധത്തിൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നെന്ന് നമുക്ക് വാദിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ഇന്ന് പുരാണിക് ഹിന്ദുയിസം ആണ്. ഞാൻ ഈ ടെക്സ്റ്റുകളെല്ലാം പറഞ്ഞത് തന്നെ ഇറ്റ് ഇസ് ടു ഷോ ദാറ്റ് പല സമയത്ത് സാൻസ്ക്രിറ്റ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. സാൻസ്ക്രിറ്റിൽ ആൾക്കാർ പുതിയ പുതിയ ഇന്റർപ്രിട്ടേഷൻസും റിലീജിയനും പുതിയ പുതിയ അഡീഷൻസും നടത്തുന്നുണ്ട്. സ്റ്റാറ്റിക് ആയിട്ട് പണ്ട് 1500 വർഷം മുമ്പേ അല്ലെങ്കിൽ 1500 BC മാത്രം എഴുതപ്പെട്ട ഒരു കാര്യമല്ല. വീണ്ടും 18ാം സെഞ്ച്വറി വരെയും സാൻസ്ക്രിറ്റ് വർക്കുകൾ എഴുതപ്പെടുന്നുണ്ട്, പല കമന്ററികൾ എഴുതുന്നുണ്ട്, പുതിയ ഇന്റർപ്രിട്ടേഷൻസ് വരുന്നുണ്ട്, ചില കാര്യങ്ങൾ ഡിസ്കാർഡഡ് ആകുന്നുണ്ട്, ചില കാര്യങ്ങൾ ആഡഡ് ആകുന്നുണ്ട്. സോ വൺ കനോട്ട് റെഫർ ടു, if at all you are agreeing that Hinduism is a religion, it is not a religion which has remained static. And it is particularly important to say that
since in Kerala and in a lot of other states also, നമുക്ക് ഈ ആചാര സംരക്ഷണം ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റില്ല, തന്നെ പറഞ്ഞു ആചാര സംരക്ഷണം അങ്ങനെ തന്നെ നിലനിർത്തണം. 10 വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെ വേണമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഹിന്ദുയിസത്തിന്റെ ഒരു വലിയ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ കൾച്ചറൽ സാഹചര്യങ്ങൾക്ക്, പുതിയ എക്കണോമിക് സാഹചര്യങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയ ഒരു റിലീജിയൻ ആണ് നമുക്ക് ഹിന്ദുയിസം എന്ന് നമ്മൾ ഇന്ന് റെഫർ ചെയ്യുന്ന ആ ഒരു റിലീജിയൻ. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് പുരാണിക് ഹിന്ദുയിസം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്. സോ വാട്ട് ഇസ് പുരാണിക് ഹിന്ദുയിസം? പോസ്റ്റ് ഗുപ്ത പീരീഡില് ഈ ഒരു റിലീജിയനിൽ വന്ന ചേഞ്ചസിനെ നമുക്ക് പുരാണിക് ഹിന്ദുയിസം എന്ന് വിളിക്കാം. അതായത് ബ്രാഹ്മണിസത്തിൽ നിന്ന് നമ്മൾ പുരാണിക് ഹിന്ദുയിസത്തിലേക്ക് ഒരു ട്രാൻസിഷൻ നമുക്ക് കാണാം. അതിന്റെ ഇടയ്ക്ക് ഗുപ്ത കാലഘട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ക്ലാസിക് ഹിന്ദുയിസത്തിന്റെ ഒരു ഏജ് എന്ന്, വിച്ച് ഇസ് ഓഫൻ റെഫർ ടു ആസ് ദി ഗോൾഡൻ ഏജ് ഓഫ് ഹിന്ദുയിസം, നമുക്കൊരു ഏജും കാണാൻ പറ്റും. ബട്ട് ദ ലാർജർ ട്രാൻസ്ഫോർമേഷൻ ഈസ് ഫ്രം ദാറ്റ് ഓഫ് ബ്രാഹ്മണിസം ടു പുരാണിക് ഹിന്ദുയിസം. സോ പുരാണിക് ഹിന്ദുയിസത്തിൽ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? ഈ ഒരു സമയത്താണ് പുതിയ ഡീറ്റീസ്. ക്ലാസിക് ഹിന്ദുയിസത്തിന്റെ സമയത്ത് തന്നെ വൈഷ്ണവ, ശാക്ത, ശൈവേറ്റ് കൾട്ട്സ് ഒക്കെ ഉടലെടുത്ത് കഴിഞ്ഞായിരുന്നു. പുരാണിക് ഹിന്ദുയിസത്തിന്റെ സമയത്ത് യു ഹാവ് എ പ്രൊലിഫറേഷൻ ഓഫ് ഡീറ്റീസ്. 100 കണക്കിന്, ഇപ്പൊ നമ്മൾ 30 കോടി ദൈവങ്ങൾ എന്നൊക്കെ പറയില്ലേ, ഈ ഒരുപാട് ഡീറ്റീസ് ഹിന്ദുയിസത്തിന്റെ ഫോൾഡിലേക്ക് വരികയാണ്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ബട്ട് ബിഫോർ ദാറ്റ്, along with new deities coming into the Brahmanic fold, you also have new groups being assimilated into the Brahmanic fold. So പുതിയ ട്രൈബൽ ഗ്രൂപ്പുകൾ നമ്മൾ എപ്പോഴും അതെനിക്കൊന്നും ഹിസ്റ്റോറിയൻസിന്റെ വർക്കുകളിലും അറ്റ് ദ സെയിം ടൈം പോപ്പുലർ ടോക്സിലും ഈവൻ ചില ക്ലാസ് റൂമുകളിലും വരെ ഞാൻ ഡിസ്കസ് ചെയ്ത് കേട്ടിട്ടുണ്ട്. ഈ പുതിയ ഗ്രൂപ്പ് അസിമിലേറ്റ് ചെയ്യുമ്പോൾ ഈ അസിമിലേറ്റ് ചെയ്യപ്പെട്ട ഗ്രൂപ്പ് എന്തോ ഒരു ഇൻഫീരിയർ ഗ്രൂപ്പ് ആണെന്നുള്ള രീതിയിൽ ഉള്ള ഡിസ്കഷൻസ് ഉണ്ട്. സിമിലർലി ലോവർ കാസ്റ്റ് ഗ്രൂപ്പ്സ് ആണ് അസിമിലേറ്റ് ചെയ്യപ്പെട്ടതെന്നുള്ള രീതിയിലുള്ള അങ്ങനെയുള്ള രീതിയിലുള്ള ചർച്ചകളും പർട്ടിക്കുലർലി യൂട്യൂബ് ടോക്സും ഒക്കെ കേട്ടിട്ടുണ്ട്. ബട്ട് ഈ അസിമിലേറ്റ് ചെയ്യപ്പെടുന്നത് പല ഈ നമ്മുടെ ഒരു കാസ്റ്റ് ഹൈറാർക്കിയുടെ ആംഗിളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ കാസ്റ്റ് ഹൈറാർക്കിയുടെ എല്ലാ സ്ട്രാറ്റയിലോട്ടും അസിമിലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആരൊക്കെയാണ് അസിമിലേറ്റ് ചെയ്യപ്പെടുന്നത്? ട്രൈബൽ ഗ്രൂപ്പ്സ് അസിമിലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നോൺ ലിറ്ററേറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് അസിമിലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ലിറ്ററേറ്റ് ഗ്രൂപ്പ്സും അസിമിലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. വോറിയർ ഗ്രൂപ്പ്സും അസിമിലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മൊണാർക്സ് ആയിരുന്ന ഗ്രൂപ്പ്സും അസിമിലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ നമ്മളിത് മനസ്സിലാക്കണം. അസിമിലേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് ഒരു ഹൈറാർക്കിക്കലി മേളിൽ നിൽക്കുന്ന ഒരു ആൾക്കാര് താഴെയുള്ള ആൾക്കാരെ അസിമിലേറ്റ് ചെയ്യുന്നില്ല. ഈ അസിമിലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ 2 ഗ്രൂപ്പ്സും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നുണ്ട്. സോ ദ ലാർജർ ക്ലെയിം ഹിയർ ഈസ് ദാറ്റ് ദിസ് ഹോൾ പ്രോസസ് ഓഫ് ആഡിങ് ന്യൂ ഗ്രൂപ്പ്സ് or this process of assimilating new groups changed the structure of Brahmanism, and then you have a move towards a new kind of religious formation which we refer to as Puranic Hinduism. So നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു, ഒരു പുതിയ ഡീറ്റിയെ നമ്മൾ ഒരു റിലീജിയനിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആ ഡീറ്റിയുടേതായ പ്രത്യേകതകൾ കാണും. ഫോർ ഇൻസ്റ്റൻസ്, നിങ്ങൾക്ക് മാരിയമ്മനെ അല്ലെങ്കിൽ കൊട്രാവായെ നിങ്ങൾക്ക് ഹിന്ദുയിസത്തിലേക്ക് അല്ലെങ്കിൽ ബ്രാഹ്മണിസത്തിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ മാരിയമ്മൻ കൾട്ട് വളരെ പ്രബലമായിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ കൊട്രാവായ് കൾട്ട്, ലെറ്റ്സ് ടേക്ക് കൊട്രാവായ് കോൺഫ്ലേറ്റ് ചെയ്യാതിരിക്കാനായിട്ട്, കൊട്രാവായ് കൾട്ട് വളരെ പ്രബലമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ കൊട്രാവായ്ക്ക് അനിമൽ സാക്രിഫൈസ് ഉണ്ട്. അപ്പൊ അനിമൽ സാക്രിഫൈസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൾഡിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ അനിമൽ സാക്രിഫൈസ് ആക്സെപ്റ്റ് ചെയ്യണം. ഒരു ബ്ലഡ് തേഴ്സ്റ്റി വോറിയർ ഗോഡസിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഗോഡസ് സങ്കല്പം ലക്ഷ്മിയുടെ, അതായത് വിഷ്ണുവിന്റെ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുന്ന കൺസേർട്ട് ആയിട്ടുള്ള മദർ ആയിട്ടുള്ള ലക്ഷ്മിയുടെ സങ്കല്പമാണെങ്കിൽ now you have a fierce goddess. You have a goddess who leads people to war. You have a goddess which is very powerful. So നിങ്ങളുടെ ജെൻഡറിനെ കുറിച്ചുള്ള ചില ഐഡിയാസ് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ദേവതാ സങ്കല്പം മാറ്റേണ്ടി വരും. സോ ഈ അസിമിലേഷൻ പ്രോസസ് 2 രീതിയിലും, അതായത് ഒരു ഗിവിങ് ആൻഡ് ടേക്കിംഗ് പ്രോസസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അല്ലാതെ ഒരു
എന്താ പറയുന്നത്, അതൊരു വളരെ സ്മൂത്ത് പ്രോസസ്സും അല്ല. ഇൻഫാക്ട് ഐ വിൽ ഓൾസോ ബി ആർഗ്യൂയിങ് ദാറ്റ് ഇറ്റ് ഇസ് എൻ അൺഫിനിഷ്ഡ് പ്രോജക്ട്. പല സ്ഥലങ്ങളിലും നമ്മൾ കാണും ഇത് സക്സസ്ഫുൾ ആകാതെ ഇരുന്നിട്ടുണ്ട്, പാർഷ്യലി സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഒറ്റ രീതിയിൽ ഇതിനെ കാണരുത്. അതായത് ബ്രാഹ്മിൺസ് കുറെ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു, അവർ പ്രോസിലിറ്റൈസ് ചെയ്തു, അവര് കുറെ ആൾക്കാരെ അവരുടെ ഫോൾഡിലേക്ക് ചേർത്തു, അവരെ ലോവർ കാസ്റ്റുകളാക്കി. ഇതിങ്ങനെ നടക്കുന്ന ഇത് അത്ര സിമ്പിൾ ആയിട്ടൊരു പ്രോസസ് അല്ല. ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, വളരെ ലെയേർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവിങ് ആൻഡ് ബോറോയിങ് വളരെ അധികമായിട്ട് നടക്കുന്നു. സിമിലർലി, can you please not make marks on my PPT, please? Similarly, you see that there is an expansion of the horizon of religion. So something which was more or less present in the Mid-Gangetic Valley and regions surrounding it now comes to spread throughout the Indian subcontinent, and later on you see it also spreading beyond India. The last characteristic that has been identified with Puranic Hinduism is a thrust on bhakti. So നമ്മൾ വേദസം നോക്കുകയാണെങ്കിലും ബ്രാഹ്മണിസത്തിന്റെ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിലും ഒന്നില് വേദിക് യാഗക്ക് എംഫസിസ് കൊടുക്കുന്ന, അതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു റിലീജിയനാണ്. സിമിലർ അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ റിച്വൽസ്, ഇപ്പം നാമകരണം അല്ലെങ്കിൽ കാതുകുത്തുന്നത്, അല്ലെങ്കിൽ മരിച്ചു പോകുമ്പോൾ ഒരു ഫ്യൂണററി റിച്വൽ നടത്തുന്നത്, ലൈഫ് സൈക്കിൾ റിച്വൽസ്. ഒരാൾ ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നവരെ ചെയ്യേണ്ട റിച്വൽസ്, ഇതിനെ എംഫസിസ്, അതും എല്ലാ യാഗങ്ങളാണ്. അശ്വമേധം, രാജസൂയം പോലുള്ള വലിയ രാജാവ് നടത്തുന്ന അല്ലെങ്കിൽ ട്രൈബൽ ചീഫ് നടത്തുന്ന യാഗവും ഓരോ പേഴ്സൺ, ഓരോ ഗൃഹപതിയും നടത്തുന്ന, ഒരു ഹൗസ് ഹോൾഡർ നടത്തുന്ന യാഗങ്ങൾ സെന്റേർഡ് ആയിരുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് ഇൻഡിവിജ്വൽ സറണ്ടർ ടു പെർട്ടിക്കുലർ ഡീറ്റീസ്, അതായത് ഭക്തി വഴി ആൾക്കാർക്ക് സാൽവേഷൻ ലഭിക്കാമെന്നും ഭക്തി വഴി ആൾക്കാർക്ക് പുണ്യം അക്രൂ ചെയ്യാവുന്നു, മെറിറ്റ്, റിലീജിയസ് മെറിറ്റ് അക്രൂ ചെയ്യാവുന്നുമുള്ള ഒരു ഷിഫ്റ്റ് ഇൻ ഫോക്കസും നമ്മൾ ഈ പുരാണിക് ഹിന്ദുയിസത്തിന്റെ ഭാഗമായിട്ട് കാണുന്നുണ്ട്. Now, if you look at the characteristics of Puranic Hinduism, അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ആണ് ഒരു ഹൈറാർക്കിക്കൽ പാൻതിയൻ വളർന്നു വരികയാണ്. സോ യു ഹാവ് ഓരോ ഡീറ്റീനെയും നമ്മൾ ഈ ഹിന്ദുയിസത്തിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഡീറ്റിക്ക് ഒരു പർട്ടിക്കുലർ സ്ലോട്ട് കൊടുക്കും. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഈ ഒരു പ്രോസസ്സ് ഏറെക്കുറെ അമോർഫസും ഏറെക്കുറെ ആംബിവാലന്റും ആണ്. ഇപ്പം ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് യു ആസ്ക് മീ, മാരിയമ്മന്റെ സ്ഥാനം എവിടെയാണ് ഹിന്ദുയിസത്തിൽ? സോ നമുക്കറിയാം, ഓക്കെ, ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് പാൻതിയന്റെ ഏറ്റവും മുകളിൽ വരും. അത് കഴിഞ്ഞിട്ട് മേ ബി ഗോഡസസ് ആയിരിക്കും വരുന്നത്. പക്ഷെ ഈ ഗോഡസസിൽ എവിടെ മാരിയമ്മനെ കൊണ്ട് ലൊക്കേറ്റ് ചെയ്യും? ഈ ഒരു ചോദ്യത്തിന് മേ ബി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ബട്ട് സംവെയർ വി നോ ഏറ്റവും ടോപ്പില് ത്രിമൂർത്തി എന്നുള്ള ഒരു സങ്കല്പമായിരിക്കും. അത് കഴിഞ്ഞിട്ട് മേ ബി ഇന്ദ്ര അതുപോലത്തുള്ള ഡീറ്റീസ് ആയിരിക്കും. സംവെയർ അലോങ് ദ ലൈൻ യു ഓൾസോ ഹാവ് ദ പാണ്ഡവാസ്. ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ ആന്ധ്രാപ്രദേശിലും കർണാടകയിലൊക്കെ ഗുലു എന്ന് പറയുന്ന ഒരു ആചാര്യ നവരാത്രിയിൽ ചെയ്യാറുണ്ട്. അതിലുണ്ടാക്കുന്നത് തന്നെ ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട്. സിമിലർലി നമ്മൾ അമ്പലങ്ങളുടെ ഗോപുരങ്ങളിൽ നോക്കുകയാണെങ്കിൽ, ഒരു പ്രസാദങ്ങളിൽ നോക്കുകയാണെങ്കിൽ, അഗെയിൻ യു സി arrays and arrays and arrays of gods and goddesses. So there is an idea of hierarchy, but at the same time there are several instances where there are major upsets in the hierarchy. For instance, you might see that during the Chola period, in a lot of temples it might be Shiva who is understood as being at the top of the hierarchy. Now within Veerashaivism you might again have Shiva, but it will be various representations of Shiva. In Vaishnavism, it will be Vishnu. So, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഈ ഡീറ്റീസിൽ ആരാണ് ഏറ്റവും മേളിൽ എന്നുള്ള കാര്യത്തിൽ ഡിഫറൻസ് വരും. ബട്ട് വാട്ട് ഈസ് ടു ബി അണ്ടർസ്റ്റുഡ് ഹിയർ ഫ്രം എ കൾച്ചറൽ ഹിസ്റ്ററി പോയിന്റ് ഓഫ് വ്യൂ ഇസ് ദാറ്റ് ഇതൊരു ഹൈറാർക്കിക്കൽ ഓർഡിനേഷൻ ആണ്. കൃത്യമായിട്ട് ഡീറ്റികളുടെ കാര്യത്തിൽ പോലും ഉച്ചനീചത്വങ്ങളുണ്ട്. ഇന്ന ഡീറ്റിയാണ് ഏറ്റവും മേളിലെ തട്ടിലെന്നും ഇന്ന ഡീറ്റിയാണ് സെക്കൻഡ് ടയർ എന്നും തേർഡ് ടയർ എന്നും ഫോർത്ത് ടയർ എന്നും ഒരു കൃത്യമായിട്ടുള്ള ഒരു പാൻതിയനും ഒരു കൃത്യമായിട്ടുള്ള ഒരു അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ട്. അങ്ങനെ ഒരു ലെയേർഡ് ആയിട്ടുള്ള ടയേർഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ലേറ്റർ ഓൺ ദിസ് വിൽ ബി യൂസ്ഡ് ടു ഓൾസോ give a certain kind of justification to the Varna structure.
കാരണം നമ്മുടെ സിമിയോളജിക്കൽ ഇമാജിനേഷനിൽ പോലും, അതായത് നമ്മുടെ ദേവതാ സങ്കല്പങ്ങളിൽ പോലും ടയേർഡാണ്, ഉച്ചനീചത്വങ്ങളുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ കാര്യങ്ങളിൽ, ബിക്കോസ് റിലീജിയൻ ഇൻ മെനി വേസ് ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് society, is a reflection of the socio-economic order. So even in your religious universe, you have an idea of a very hierarchicalized order of deities. So do keep that in mind. And this is something that you see as part of the emergence of Puranic Hinduism. So every time a deity is being appropriated, it's also being given a particular slot within the pantheon. Similarly, before we discuss the next characteristic, ഈ പുതിയ ദൈവങ്ങളെ അല്ലെങ്കിൽ പുതിയ ദേവതകളെ പുരാണിക് ഹിന്ദുയിസത്തിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതിനൊരു ഒരു രീതിയിലുള്ള ഫോർമുല ഉണ്ട്. അത് particularly in the case of female goddesses, also in the case of male gods, but particularly in the case of female goddesses, ഇപ്പോ ആരുടെയെങ്കിലും കൺസോർട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്പൗസോ ഒരു ഭാര്യ ദേവതയോ, അപ്പം നമ്മള് എന്താണ് കൃഷ്ണന്റെ 16,108 wives. So just imagine it. It's a very easy way of integrating a tribal deity or a non-Aryan deity to the Aryan fold or to the Sanskritic fold by declaring that particular deity to be the consort or the spouse of Krishna or the spouse of Vishnu, so on and so forth. The spouse ആക്കുന്നത് പക്ഷെ അപ്പൊ നമ്മൾ ഭാര്യ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ കൂടെ ഒരു ഹൈറാർക്കി ഉണ്ട്. Because very definitely it is the pati or it is the husband who has an upper hand there. സോ വിഷ്ണുവിന്റെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ കൃഷ്ണന്റെ ഭാര്യയായിട്ട് മാറ്റപ്പെടുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ദേവിയെ ഒരു പർട്ടിക്കുലർ ഹൈറാർക്കിക്കൽ പൊസിഷനിലാണ്, ഭാര്യയായിട്ടുള്ള സ്ലൈറ്റ്ലി ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ തന്നെയാണ് വെക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവരുടെ ഒരു സെറ്റ് ഓഫ് റിച്വൽസ് കൊടുക്കും, ആ ദേവിക്ക് അമ്പലങ്ങളിൽ ഒരു സ്ഥാനം കൊടുക്കും, ഒരു എന്താണ് ഒരു വാഹനം കൊടുക്കും. സോ ദർ ഇസ് എ പ്രോസസ് ഓഫ് അക്കോമഡേഷൻ അറ്റ് വർക്ക് ദെയർ ടു. അല്ലെങ്കിൽ അമ്മമാരായിട്ട് മാറ്റി. So you have the Saptamatrika, which is represented here in the panel. അല്ലെങ്കിൽ അമ്മമാരായിട്ട് മാറി. ഇപ്പൊ സ്കന്ദന്റെ കാർത്തികേയന്റെ 7 അമ്മമാർ, അല്ലെങ്കിൽ ചില ടെമ്പിൾ പാനൽസിൽ 8 അമ്മമാർ, അതിൽ അഷ്ടമാതൃകാസ് ഓർ സപ്തമാതൃകാസ്. ഈ സപ്തമാതൃകാസ് പല പല ദേവതകളാണ്, അവർക്ക് പല പല ഒറിജിൻ സ്റ്റോറീസ് ഉണ്ടായിരിക്കും. അപ്പൊ അവരെ എല്ലാം ഒരുമിച്ച് സ്കന്ദന്റെ 8 അമ്മമാരാക്കി മാറ്റും. സിമിലർലി യു ഓൾസോ സീ ദി അവതാര കോൺസെപ്റ്റ് അറ്റ് വർക്ക്. പല പല കൾട്ടുകളായിരുന്ന ദേവതകളെ വിഷ്ണുവിന്റെ അവതാരങ്ങൾ അല്ലെങ്കിൽ ശിവന്റെ രുദ്രാംശങ്ങളായിട്ട് അല്ലെങ്കിൽ ദേവിയുടെ അവതാരങ്ങളായിട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യും. അവരെ അങ്ങനെ ഒരു ലാർജർ ഡീറ്റിയിലേക്ക് ഫ്യൂസ് ചെയ്യും. ഫോർ ഇൻസ്റ്റൻസ് ദ കൾട്ട് ഓഫ് നാരായണ, ദാറ്റ് ഓഫ് ജഗന്നാഥ, ദാറ്റ് ഓഫ് വെങ്കടേശ്വര, all of which were separate cults were fused into the deity of Vishnu. Most deities which were called as Ishvara or Ish, for instance, Bhuteshwara, Hatakeshwara, Chandeshwara, were fused into the deity of Shiva. You have Durga, Kali, Kotravai, Aiye being fused into Shakti. For instance, when you're looking at the Devi Mahatmya, or you're looking at the Sahasranama of the Devi Sahasranama. So you have you don't have 1,000, but you have about 700 names. Now, this can also be interpreted as 700 different deities which were fused together into the idea of Shakti. Similarly, you have Kartikeya cult and the Muruga cult or the Vel cult and the Kadirgama cult and the Subramanian cult being, particularly in the case of South India, being fused into the idea of Skanda. Then you also have ideas of ideas of certain deities being sons-in-law. So you have the idea that Krishna had a wife called Jambavati. Now, Jambavati is the daughter of Jambavan, who is a bear king. So, Jambavante representation, you have Jambavan being represented with the head of a bear, അല്ലെങ്കിൽ ശരീരം മനുഷ്യന്റെയും മുഖം ബെയറിന്റെ ആയിട്ടുള്ളത്. Usually ഇങ്ങനെയുള്ള figures, whether it is Ganesha or whether it is Jambavan, where you have ഒരു animal head അല്ലെങ്കിൽ animal features ഉള്ളപ്പോൾ ഇതിനെ കുറിച്ച് ആന്ത്രോപോളജിസ്റ്റും ഹിസ്റ്റോറിയൻസിനും ഉള്ള ഒരു വാദം എന്താന്ന് പറഞ്ഞാൽ അനിമൽ സയൻസ് ട്രൈബൽ കോണ്ടെക്സ്റ്റിൽ മിക്കപ്പോഴും ട്രൈബ്സിന്റെ ടോട്ടംസ് ആയിട്ട് അല്ലെങ്കിൽ ട്രൈബ്സിന്റെ ആയിട്ട് വർക്ക് ചെയ്തിരുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഹനുമാൻ
അല്ലെങ്കിൽ നമ്മൾ സുഗ്രീവ ബാലിക്ക് ഒരു മങ്കി ആർമി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ റോമില താപ്പർ അത് ഇന്റർപ്രറ്റ് ചെയ്തത് ടുവേർഡ്സ് സൗത്ത് ഓഫ് ഇന്ത്യ മേ ബി അവിടെ ഒരു ട്രൈബ് ഉണ്ടായിരുന്നായിരിക്കും. ആ ട്രൈബ് ഒരു മങ്കി ആയിരിക്കും അതിന്റെ ടോട്ടമായിട്ട് യൂസ് ചെയ്ത്, അതിന്റെ സൈൻ ആയിട്ട് യൂസ് ചെയ്ത്. ഇപ്പം നമ്മൾ എന്താണ് ബ്ലാക്ക് പാന്തർ എന്ന് പറഞ്ഞ സിനിമയിൽ ആ ട്രൈബിന്റെ സിമ്പിൾ ആണ് ബ്ലാക്ക് പാന്തർ. സിമിലർലി ആ സിനിമയിൽ വേറെ ട്രൈബ്സിനെ കാണിക്കുന്നുണ്ട്. ഒരു മങ്കി ട്രൈബ് ഈ ശാലയെ ചാലഞ്ച് ചെയ്യാൻ വരുന്നുണ്ട്. So tribes usually use animals as their totems, or they might use rivers as their totem. So when you have tribal deities being integrated into the fold of Brahmanism, it leaves a trace which we can identify, where you have goats or you have deities with certain features of animals. So but in the case of Ganesha, for instance, so initially when we look at references to Ganesha, we have a reference of a tribal deity with an elephant head, and while he is being appropriated into Hinduism, initially നമ്മൾ ഗണേശന്റെ ഈ പേരും നിങ്ങൾ ഓർക്കണം, ഗണേശൻ ഗണപതി. ഗണ എന്ന് പറയുന്നത് ശിവന്റെ ഭൂതഗണങ്ങൾ. അപ്പൊ ശിവന്റെ ഭൂതഗണങ്ങളിൽ പ്രധാനിയായിട്ടാണ് ഗണേശന്റെ ആദ്യത്തെ റെഫറൻസ് നമുക്ക് കിട്ടുന്നത്. ഗണങ്ങളുടെ ഈശ്വരൻ, ഗണങ്ങളെ കമാൻഡ് ചെയ്യുന്നവൻ, അല്ലെങ്കിൽ ഗണപതി, ഗണങ്ങളുടെ ഹെഡായിട്ട്. പിന്നീടാണ് ശിവന്റെ ആദ്യത്തെ മകനായിട്ട് ഗണേശന്റെ റെപ്രസെന്റേഷൻസ് നമുക്ക് കിട്ടുന്നത്. സോ വൺസ് ഈ ഒരു ബ്രാഹ്മണിക് ഫോൾഡിലോട്ട് അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടും അവർ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നില്ല, പിന്നെയും സ്റ്റേറ്റസ് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. At the same time, you also have traditions like the Tamil Gramadevata traditions, or from the case of Kerala, you have the Mariamman tradition. ഇപ്പൊ മാരിയമ്മന്റെ ഒരു ലൊക്കേഷൻ കണ്ണൂർ ആയിട്ടാണ് മാരിയമ്മൻ താഴാട്ടിൽ പറയുന്നത്. ഗോഡസ് ഓഫ് കണ്ണൂർ റെഫറൻസ് ഉണ്ട്. അപ്പൊ മാരിയമ്മൻ ട്രഡീഷൻ നോക്കുകയാണെങ്കിൽ ബ്രാഹ്മണിക് ട്രഡീഷനുമായിട്ട് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മാരിയമ്മനെ ദുർഗയുടെ ഒരു വേർഷൻ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ മാരിയമ്മൻ കോവിലുകളിൽ പോവുകയാണെങ്കിൽ ആ ഒരു റെഫറൻസ് നിങ്ങൾ ഓർക്കണം. നമ്മൾ മാരിയമ്മന്റെ കോവിൽ എന്നാണ് പറയാറ്, അമ്പലം എന്ന് വളരെ റെയർ ആയിട്ട് യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ മാരിയമ്മൻ കോവിലിൽ പോവുകയാണെങ്കിൽ അവിടെയുള്ള റൈറ്റ്സ് ആൻഡ് റിച്വൽസ് they're extremely different from the usual rites and rituals that might be offered to the deity. So ഇതൊരു റെസിസ്റ്റൻസ് ആണ് നമ്മൾ ബ്രാഹ്മണിക് ഫോൾഡിലോട്ട് അബ്സോർബ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇല്ല, അതിനകത്ത് തന്നെ ഒരു പെർട്ടിക്കുലർ നീഷ, അതിന്റെ അകത്ത് തന്നെ ഈ ട്രൈബൽ ട്രഡീഷന്റെ ഐഡന്റിറ്റി നിലനിൽക്കപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഡീറ്റീസിനെ ബ്രാഹ്മണിക് ഫോൾഡിലോട്ട് അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെടുന്നു. സോ ഇറ്റ് ഇസ് എ ഇൻകംപ്ലീറ്റ് പ്രോജക്റ്റ്. ഈ അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ കംപ്ലീറ്റ്ലി ബ്രാഹ്മണവൽക്കരിച്ചു പോകുന്നില്ല. ദർ ആർ ഓൾസോ സെവറൽ ഇൻസ്റ്റൻസസ് വേർ you see a certain kind of accommodation, but you also see certain kinds of resistances. ഈ അവതാരങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ so you have ഭാഗവത പുരാണ. ഭാഗവത പുരാണയിൽ നമുക്ക് നമ്മൾ യൂഷ്വലി ദശാവതാരമാണല്ലോ പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഭാഗവത പുരാണ you also see that there are references to Vishnu having 24 avatars. നമ്മൾ സിഖ് ട്രഡീഷനിൽ നോക്കുകയാണെങ്കിൽ വിഷ്ണു ഹാസ് 20 അവതാർസ്. നമ്മൾ രാജസ്ഥാനിലെ ചില ടെമ്പിൾസിൽ നോക്കുകയാണെങ്കിൽ വിഷ്ണു ഹാസ് ഓൺലി 8 അവതാർസ്. ഇതുപോലെ അപ്പം നമുക്ക് തന്നെ നമുക്ക് അറിയാവുന്ന മൈത്തോളജി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, മോഹിനി എന്തുകൊണ്ടൊരു അവതാരമല്ല? കൂർമ്മത്തിനൊരു അവതാരം ആകാമെങ്കിൽ മോഹിനി ഓൾസോ മോഹിനിയുടെ റോളും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അസുരന്മാർക്ക് അമൃത് കിട്ടിയിരുന്നെങ്കിൽ അവരും അമർത്യരായിരുന്നു. So distracting them from not having Amrit was a big role. പക്ഷെ മോഹിനി ഒരിക്കലും അവതാരമായിട്ട് കാണുന്നില്ല. ഹയഗ്രീവനെ അവതാരമായിട്ട് കാണുന്നില്ല. അപ്പൊ ഹയഗ്രീവൻ വേദങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അസുരന്മാരെ കൊന്ന ഒരാളാണ്. പക്ഷെ ഹയഗ്രീവനെ അവതാരമായിട്ട് കാണുന്നില്ല. സോ വെരി ക്ലിയർലി എന്തുകൊണ്ടാണ് ഈ ഒരു 10 അവതാരങ്ങളും പിന്നീടുള്ള റൈറ്റിംഗ്സിൽ ക്രിസ്റ്റലൈസ് ആയിട്ട് 10 അവതാരങ്ങളായിട്ട് ദശാവതാരങ്ങളായിട്ട് മാറപ്പെടുന്നതെന്നും ചില അവതാരങ്ങളെ എന്തുകൊണ്ടാണ് ഡ്രോപ്പ് ചെയ്യപ്പെടുന്നതും എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് റേസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് വെരി ക്ലിയർലി ചെല്ലു നമ്മുടെ ചില ജെൻഡർ സങ്കല്പങ്ങൾ കാരണവും നമുക്ക് ചില കാര്യങ്ങൾ പല ഹിസ്റ്റോറിക്കൽ സിറ്റുവേഷൻസിൽ ചില കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആകുന്നതും ചില ഡൈനാസ്റ്റീസിനെ പേട്രണൈസ് ചില ഡൈനാസ്റ്റീസ്
റിലീജിയൻസിനെ പേട്രണൈസ് ചെയ്യുന്ന രീതികൾ കാരണവും ചില സോഷ്യോ എക്കണോമിക് ഷിഫ്റ്റുകൾ കാരണവുമാണ് വെരി ക്ലിയർലി 10 അവതാരങ്ങളായിട്ട് ഈ ഒരു പർട്ടിക്കുലർ മത്സ്യം തൊട്ട് കൽക്കി വരെയുള്ള അവതാരങ്ങളായിട്ട് നിൽക്കുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ 10th സെഞ്ച്വറിയില് സോറി ഐ എം ഫർഗെറ്റിംഗ് ദ നെയിം ഓഫ് ദ വർക്ക്, ജയദേവന്റെ വർക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബുദ്ധനെ കൽക്കിയെ മാറ്റിയിട്ട് അവിടെ ബുദ്ധനെ 10ാമത്തെ അവതാരമായിട്ട് സ്ഥാപിക്കുന്നുണ്ട്. ചില വർക്ക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബലരാമനെ മാറ്റിയിട്ട് ബുദ്ധനെ അവതാരമായിട്ട് വെക്കുന്നുണ്ട്. ഈ ബലരാമനെ മാറ്റിയിട്ട് ചില സ്ഥലങ്ങളിൽ ഹയഗ്രീവനെ വെക്കാറുണ്ട്. ഈ ബലരാമനെ മാറ്റിയിട്ട് ധന്വന്തരിയെ അവതാരമായിട്ട് വെക്കാറുണ്ട്. സോ ഈവൻ ഈ 10 എന്നുള്ള ഒരു നമ്പർ ക്രിസ്റ്റലൈസ് ആയെങ്കിൽ കൂടെ 10ൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പല പാർട്സ് ഓഫ് ഇന്ത്യയിൽ പല കാലഘട്ടങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. All of this is an indication that even within particular sects that we can identify within the larger Puranic Hindu pantheon, there was processes at work where there are multiple instances of assimilation, multiple instances of interpolation, and multiple instances where certain traditions are being discarded as well. So the next characteristic that we can associate with Puranic Hinduism is that of new ritual formation. And historian Suviraj Jaiswal argues that this is particularly important because from a Vedic ritual-centered formation, you're moving towards other kinds of rituals. And rituals, as Professor Vijaynath has argued, rituals which were collective in nature. So festivals start becoming very, very important. Processions start becoming very, very important. And these stay on for a very long time. Listening to kirtanas start becoming very important. You have performative traditions becoming rather important. So while all of these are collective, do remember that though there is an element of communality here, there are also instances of where people are graded. For instance, if you look at something like the Rath Yatra, you have people who are on top of the Ratha who can sit along with the deity, but you have people who can draw the Ratha. നമ്മൾ രഥയാത്ര നോക്കുകയാണെങ്കിൽ ഇന്നും നടക്കുന്ന ഒരു പെർഫോമൻസ് ഒരു ട്രഡീഷൻ ആണല്ലോ. രഥത്തിന്റെ പുറത്ത് നിൽക്കാൻ അധികാരമുള്ള കുറെ ആൾക്കാർ, DTയെ പിടിച്ചോണ്ടിരിക്കാൻ അധികാരമുള്ള ആൾക്കാർ, രഥത്തെ വലിക്കാൻ അധികാരമുള്ള ആൾക്കാർ, രഥത്തെ വലിക്കാൻ അധികാരമില്ലാത്ത ആൾക്കാർ, അത് കണ്ടു നിൽക്കാൻ അധികാരമുള്ള ആൾക്കാർ, ആ രഥം പോകുന്ന പാത്തിൽ പൂക്കളിടാൻ അധികാരമുള്ള ആൾക്കാർ, ആ രഥം പോകുന്ന പാത്തിലൂടെ നടക്കാൻ പോലും ആ ദിവസത്തിന് മുമ്പ് പോലും നടക്കാൻ അധികാരമില്ലാത്ത ആൾക്കാർ, രഥയാത്ര കാണാൻ അധികാരമില്ലാത്ത ആൾക്കാർ. സോ ഈ ഒരു റിച്വൽസ് ഇമ്പോർട്ടന്റ് ആകുമ്പോൾ തന്നെ ഈ റിച്വൽസ് യൂസ് ചെയ്ത ആൾക്കാരെ പല പല ശ്രേണികളിലാക്കുന്ന ഒരു പ്രവണതയും ഈ പുരാണിക് ഹിന്ദുയിസത്തിന്റെ സമയം തൊട്ട്, അതായത് അറൌണ്ട് 5th 6th centuries CE തൊട്ട് നമുക്ക് കാണാൻ പറ്റും. അതിപ്പോ നമ്മൾ പെർഫോമേറ്റീവ് ട്രഡീഷൻസിന്റെ കാര്യത്തിലാണെങ്കിലും, കീർത്തനാസിന്റെ കേൾക്കുന്ന കാര്യത്തിലാണെങ്കിലും, പെർഫോമേറ്റീവ് ആർട്സിന്റെ കാര്യത്തിലാണെങ്കിലും, ഇപ്പം പെർഫോമേറ്റീവ് ആർട്സിന്റെ കാര്യത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ടെമ്പിൾ സർവീസ് കാസ്റ്റുകൾ ഉണ്ടാകുകയാണ്. അപ്പം ആ കാസ്റ്റിൽ ചില പർട്ടിക്കുലർ ആൾക്കാർക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റും, പർട്ടിക്കുലർ ആൾക്കാർക്ക് അത് കാണാൻ പറ്റും, പർട്ടിക്കുലർ ആൾക്കാർക്ക് അതിന്റെ പക്കമേൽക്കാരാകാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു എമർജൻസ് നമ്മൾ ഈ സമയത്ത് കാണുകയാണ്. ബട്ട് സുവരാജ് ജയ്സ്വാൾ പറയുന്നത് മോർ ഇമ്പോർട്ടന്റ്ലി ഒരു പർട്ടിക്കുലർ ആള് ചെയ്യുന്ന, അതായത് യാഗയുടെ യജമാനൻ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഗൃഹപതി, ഈ യാഗം ചെയ്യുന്നയാൾ, അല്ലെങ്കിൽ ലാർജ് യാഗങ്ങൾ ചെയ്യുന്ന രാജാക്കന്മാർ പോലുള്ള ആൾക്കാരിൽ നിന്നും, അതായത് ഒരു പേഴ്സൺ സെന്റേർഡ് ആയിട്ടുള്ള ഒരു റിച്വൽ വിച്ച് ഇസ് യാഗയിൽ നിന്നും you have a movement towards collective rituals. You have a movement towards shrine-centric or temple-centric rituals with a particular emphasis on festivals. So there's a sense of communality, there's a sense of festivity, there is a tendency to peg these festivals on those days of the calendar which aligns with the harvest. So you also see during the festival, ഈ അസിമിലേറ്റ് ചെയ്യപ്പെട്ട ഡീറ്റീസിനുണ്ടായിരുന്ന ചില റിച്വൽസ് ഈ ഫെസ്റ്റിവൽസിന്റെ ഭാഗമാകുകയും അങ്ങനെയുള്ള ഒരു ഷിഫ്റ്റ് റിച്വൽസിന്റെ കാര്യങ്ങളിൽ, അതായത് ആചാരങ്ങളുടെ കാര്യങ്ങളിൽ ഒരു വേദിക് സെന്റേർഡ് ആചാരത്തിൽ നിന്ന് ഒരു പുതിയ കൈൻഡ് ഓഫ് റിച്വൽ സെന്റേർഡ് കളക്റ്റീവ് റിച്വൽസിന്റെ ആചാരങ്ങളിലേക്ക് ഒരു ഷിഫ്റ്റ് കാണുക.
ഇതിന്റെ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൈഥോളജിക്കൽ ഓവർ ഗ്രോത്ത് കാണുക, വിച്ച് ഇസ് മൾട്ടിപ്പിൾ കൈൻഡ്സ് ഓഫ് മിത്സ് വരികയാണ്. അത് ഓൺ ദ വൺ ഹാൻഡ് യു ഹാവ് ഒറിജിൻ മിത്സ്, അതായത് നമ്മുടെ ലോകം എങ്ങനെയാണ് ഉണ്ടായത്. ഇപ്പൊ നമ്മൾ ദേവി മഹാത്മ്യയിൽ നോക്കുകയാണെങ്കിൽ ദേവിയാണ് ലോകത്തെ സൃഷ്ടിക്കുന്നത്, ദേവിയാണ് ശിവനെയും പാർവതിയും ബ്രഹ്മാവിനെയൊക്കെ സൃഷ്ടിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ വൈഷ്ണവ തിയോളജി എടുത്ത് നോക്കുകയാണെങ്കിൽ വിഷ്ണുവാണ് അതിൽ സൃഷ്ടിക്കുന്നത്. ഇപ്പം നമ്മൾ ശൈവ സിദ്ധാന്തയിൽ നോക്കുകയാണെങ്കിൽ ശിവന്റെ ഢമരു നാദത്തിൽ നിന്നാണ് ലോകമുണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ കൈൻഡ് ഓഫ് ഒറിജിൻ മിത്സ് ഓഫ് ദ യൂണിവേഴ്സ്, ഓഫ് ദ വേൾഡ് ഉണ്ടാകുകയാണ്. അറ്റ് ദ സെയിം ടൈം മൾട്ടിപ്പിൾ കൈൻഡ്സ് ഓഫ് ഒറിജിൻ മിത്സ് ഓഫ് ഡൈനാസ്റ്റീസ് ഉണ്ടാകുകയാണ്. അപ്പൊ ചോള രാജാവിന് ഒരു മിത്ത് കൊടുക്കുകയാണ്, ചേര രാജാവിന് ഒരു മിത്ത് കൊടുക്കുക. അപ്പൊ ഈ മിത്തുകൾ ഉണ്ടാക്കുന്നതിൽ കൂടെ ഈ കമ്മ്യൂണിറ്റി ദാറ്റ് വി റെഫർ ടു ആസ് ബ്രാഹ്മണാസ്, വിൽ ഗെറ്റ് ടു ദാറ്റ് ഇൻ എ വൈ, ഇവർക്ക് പ്രോമിനൻസും കിട്ടുകയാണ്. സോ ബിക്കോസ് ഹൂ ഈസ് മേക്കിംഗ് ദ മിത്ത് and who is legitimizing the dynasty through the creation of these myths, that's a set of brahmanas. So you have the brahmanas coming to occupy a very prominent role, not only as priests, not only as teachers, but as myth makers. And even long myths undakana, and when they are producing these myths, they are weaving narratives where they place the the king from a vernacular context, whether it is from Orissa or whether it is from Kerala or whether it is from whether it is from Tamilagam. They so try to weave a myth where they locate the dynasty of the king with and they connect them to the solar or the lunar dynasty. ഒന്നിൽ ചന്ദ്രവംശം അല്ലെങ്കിൽ സൂര്യവംശമായിട്ട് ഇവരെ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ മഹാഭാരതോ രാമായണമായിട്ട് കണക്ട് ചെയ്യും. ഫോർ ഇൻസ്റ്റൻസ്, ഇതൊരു മച്ച് ലേറ്റർ സമയത്താണ്, പുരാണിക് സമയത്തെ അല്ല. ഞാൻ മട്ടാഞ്ചേരിയില് എന്റെ ഫോട്ടോ ഡോക്യുമെന്റേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കൊച്ചി രാജാക്കന്മാരുടെ ജിനിയോളജി നോക്കുകയാണ്. ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂറിനകത്ത് ജിനിയോളജി ഉണ്ട്. ഇതുപോലെ അതിന്റെ 2-3 റോയൽ ഹിസ്റ്ററീസ് നോക്കുമ്പോൾ അതിൽ 2-3 ഒറിജിൻ മിത്സ് ആണ്. ഒരു ഒറിജിൻ മിത്തിൽ അവര് സോളാർ ഡൈനാസ്റ്റി ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, വേറൊരു മിത്തില് ഇവരെ ലൂണാർ ഡൈനാസ്റ്റി ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, മറ്റൊരു മിത്തില് ലവകുശന്മാരുടെ ഡിസെൻഡൻസ് ആയിട്ട് കൊച്ചി രാജാക്കന്മാരുടെ പറയുന്നുണ്ട്, ഈ വേറൊരു മിത്തില് പരശുരാമനെ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ പല പല മിത്തുകൾ ഉണ്ടാക്കുകയാണ്. ഈ പല പല മിത്തുകളും പല പല സമയത്ത് ഈ രാജവംശങ്ങൾ യൂസും ചെയ്യുന്നുണ്ട്. സോ ഈ മിത്ത് മേക്കിംഗ് പ്രോസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം രാജാക്കന്മാര്, അതായത് ഇവര് ചിലപ്പം പുതിയ രാജാക്കന്മാരായിരിക്കും, കോൺകർ ചെയ്ത് അല്ലെങ്കിൽ ഒരു ത്രോൺ യുസേർപ്പ് ചെയ്യുന്നതിലൂടെ രാജാവായ ആൾക്കാരായിരിക്കും. ഇവര് മേ ബി ഒരു നോൺ ക്ഷത്രിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരായിരിക്കും. സോ ഒരു മിത്ത് ഉണ്ടാക്കി ഇവരെ ക്ഷത്രിയന്മാരാക്കും. അപ്പം ഈ ഒരു കാസ്റ്റ് സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഒരു മിത്ത് മേക്കിംഗ് പ്രോസസ്സിലൂടെയാണ്. ഈ കാസ്റ്റ് ലെജിറ്റിമൈസ് ചെയ്യുന്നത് ബ്രാഹ്മണന്മാരാണ്. ഫോർ ഇൻസ്റ്റൻസ്, നമ്മുടെ കേരള രാജാക്കന്മാര് നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ അവരെ കൺഫേർഡ് ക്ഷത്രിയാസ് എന്ന് വിളിക്കാം. കാരണം അവര് ബ്രാഹ്മിൻസ് ആണ്. അവര് പൂർണ്ണ ഗർഭം പോലെയുള്ള 5 റിച്വൽസിലൂടെ പോയി കഴിയുമ്പോഴാണ് ക്ഷത്രിയ സ്റ്റേറ്റസ് കിട്ടുന്നത്. സോ ഹൂസ് converting them into Kshatriya? It is the Brahmanas who are converting them into Kshatriyas, both through rituals as well as through elaborate myth making. So യൂണിവേഴ്സിന്റെയും ലോകത്തിന്റെയും ഒറിജിൻ മിത്സ് മേക്ക് ചെയ്യുന്നത് പോലെ തന്നെ രാജാക്കന്മാരുടെ ജീനിയോളജിയെ കുറിച്ചുള്ള മിത്തുകൾ ഉണ്ടാക്കുകയും അവരുടെ മൊണാർക്കി, അതായത് രാജഭരണത്തിനെ, രാജ അധികാരത്തിനെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി മിത്ത് മേക്കിംഗും നടക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു സമയത്താണ് യു സീ ദ emergence of the Brahmana Kshatriya nexus, particularly in South India. ഇതേ സമയത്ത് ഒരുപാട് കൈൻഡ് ഓഫ് കോട്ട് ആൻഡ് കോട്ട് ശാസ്ത്രൈക് ലിറ്ററേച്ചർ, അതായത് കൃഷിയെക്കുറിച്ച്, കൃഷി പരാശരൻ എന്ന് പറഞ്ഞ വർക്ക് വരികയാണ്, വാസ്തുശാസ്ത്രത്തിനെ കുറിച്ചുള്ള വർക്കുകൾ വരികയാണ്, ആയുർവേദത്തിനെ കുറിച്ചുള്ള വർക്കുകൾ വരികയാണ്. കുറെ കൈൻഡ് ഓഫ് ശാസ്ത്രൈക് ലിറ്ററേച്ചറിന്റെ പ്രൊഡക്ഷൻ ഉണ്ട്. പെർട്ടിക്കുലർലി അഗ്രികൾച്ചറൽ ടെക്നോളജിയെ കുറിച്ച് വർക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഒരു സാൻസ്ക്രിറ്റിക് കോണ്ടെക്സ്റ്റിൽ നിന്നാണ്. We will come back to this point a bit later. Fourth most important aspect of this particular phenomena that we are referring to Puranic Hinduism is Bhakti എന്നുള്ള ഐഡിയോളജി വളരെ
പോപ്പുലർ ആകുകയാണ്. അതൊരു മീഡിയം ആയിട്ട് പ്രവർത്തിക്കുകയാണ്. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് സോങ്സ് ബീങ് യൂസ്ഡ്, ദർ ഇസ് പെർഫോമേറ്റീവ് ട്രഡീഷൻ ബീങ് യൂസ്ഡ് ടു ഡിസമിനേറ്റ് this ideology of bhakti, of this complete surrender to a deity. So നമ്മളിത് ആലോചിക്കേണ്ടതാണ്, it is surrender to a deity. It is not the propitiation of a deity. ഇപ്പൊ നമ്മൾ യാഗമൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ പ്രസാദിപ്പിക്കുകയാണ് ദൈവത്തിന്. You're not surrendering yourself. But bhakti is different, where you're surrendering yourself to a particular deity. നമ്മൾ ടി.ഡി. കോസാംബിയുടെ പോലുള്ള വാദങ്ങൾ നോക്കുകയാണെങ്കിൽ this kind of a surrender to a deity was a reflection of a larger social phenomena where the tenants were surrendering themselves to the landlord. ഒരു ഫ്യൂഡൽ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നതിന്റെ ഒരു ഇൻഡിക്കേഷനും പെസൻസ് ആയിട്ടുള്ളവര് അവരുടെ ലാൻഡ് ലോഡ്സിന് അവരെ തന്നെ കംപ്ലീറ്റ്ലി സബ്മിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയോളജിയുടെ റിഫ്ലക്ഷൻ ആണ് റിലീജിയനിൽ കാണുന്നതെന്ന് ഒരു വാദം ടി.ഡി. കോസാംബി മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഭക്തിയുടെ വേറെ ഒരു ടെൻഡൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ, പെർട്ടിക്കുലർ സൗത്ത് ഇന്ത്യൻ ഭക്തിയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക്കൽ ഇഡിയംസ് കുറെ ബോറോ ചെയ്യുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, നമ്മൾ ശിവനെ നോക്കുകയാണെങ്കിൽ കൈലാസത്തിലുള്ള ശിവനെ അല്ല ഭക്തി പോയിന്റ്സ് പറയുന്ന ചിദംബരത്തിലുള്ള ശിവനെയാണ്, ദക്ഷിണാമൂർത്തിയായിട്ടുള്ള ശിവനെയാണ്. സോ നമ്മുടെ ഭക്തി പോയട്രിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ഭക്തിയിൽ യൂസ് ചെയ്യുന്ന ഇമേജറിയുടെ കാര്യത്തിലാണെങ്കിലും നോർത്ത് ഇന്ത്യയിലുള്ള പല ഡീറ്റീസിനെയും അവിടെ നിന്ന് അപ്രൂവ് ചെയ്തിട്ട് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ കൊണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ വെരി ക്ലിയർലി പർട്ടിക്കുലർ തിരുപ്പതിയിലുള്ള സ്കന്ദനെ മുരുകനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, രംഗനാഥനായ വിഷ്ണുവിനെയാണ് ആന്താല് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് ഡീറ്റീസ് നോർത്ത് ഇന്ത്യൻ ബ്രാഹ്മണിക് ഡീറ്റീസിനെ ലോക്കലൈസ് ചെയ്യുന്നുണ്ട്. സോ യു ആർ ടോക്കിംഗ് അബൌട്ട് Krishna who is blue and him being the lord of the Nilgiris. So ഇങ്ങനെയുള്ള മെറ്റഫേഴ്സ് യൂസ് ചെയ്ത് ഡീറ്റീസിനെ ലോക്കലൈസ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം you also have the incorporation of tribal rituals. നമ്മൾ അനിമൽ സാക്രിഫൈസസിന്റെ ടോഡിയുടെ അല്ല നമുക്ക്, അതായത് കള്ള് കൊടുത്ത് മീന് കൊടുത്ത് പ്രസാദിപ്പിക്കുന്ന ദൈവങ്ങളും ആ ആചാരങ്ങളും കൂടി ഭക്തിയുടെ പാർട്ടായിട്ട് മാറുന്നു. സെവറൽ അന്ന് വരെ ദൈവശാസ്ത്രവുമായിട്ട് കണക്റ്റഡ് ആയിട്ടല്ലാത്ത വിഭാഗങ്ങൾ, ഫോർ ഇൻസ്റ്റൻസ് വിമൻ സെയിൻസ് നമുക്ക് ഭക്തിയിൽ കാണാം, ലോവർ കാസ്റ്റ് സെയിൻസ്, തിരുപ്പനാൾവാരെ പോലുള്ള ലോവർ കാസ്റ്റ് സെയിൻസ് എന്നെ നമുക്ക് കാണാം. പക്ഷെ നമ്മൾ തിരുപ്പനാൾവാരെ നോക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, തിരുപ്പനാൾവാരുടെ വരികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തിരുപ്പനാൾവാർ പറയുന്നുണ്ട്, ഈ അമ്പല മതിലുകളെ പൊളിച്ച് നിന്നെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് പുള്ളിക്ക് ഒരിക്കലും അമ്പലത്തിന്റെ അകത്ത് കയറാൻ പറ്റുന്നില്ല. പുള്ളി പറയച്ചെണ്ടയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം വളരെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള സെയിൻസ് ഉണ്ടെങ്കിൽ കൂടി ഇതൊരു അക്കോമഡേറ്റീവ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആയിരുന്നു എന്ന് നമുക്ക് വാദിക്കാൻ പറ്റില്ല. കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഹൈറാർക്കിക്കൽ പാൻതിയൻ ഉള്ളതുപോലെ കൃത്യമായിട്ട് പർട്ടിക്കുലർ സ്ലോട്ട്സിൽ സ്ഥാപിക്കുകയും അതിനെ ഒരു ലാർജർ ഹൈറാർക്കിയിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്യുന്നുള്ളൊരു ട്രെൻഡ് നമുക്ക് ഭക്തിയിലും കാണാൻ പറ്റും. Professor Vijay Nath, who was the sectional president of Indian History Congress in 2001, he has put forth an idea here of realignment of caste-based professions, which is very, very interesting. My work also deals with a reorientation of professions based on caste and varna identities, which is present as part of both bhakti and later traditions like early medieval traditions and much later traditions like 6th and 16th century traditions. So നമ്മൾ ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ പറ്റും പല കാസ്റ്റ് ഗ്രൂപ്പുകളും അല്ലെങ്കിൽ വർണ്ണ ഗ്രൂപ്പുകളും അവരുടെ ട്രഡീഷണൽ ഒക്യുപ്പേഷനിൽ നിന്ന് വേറെ ഒക്യുപ്പേഷനിലേക്ക് മാറി. Most of the research that has been done is on lower caste or so-called lower caste. So എങ്ങനെയാണ് ട്രൈബൽ ഗ്രൂപ്പുകൾ ബ്രാഹ്മണിക് ഫോൾഡിലേക്ക് ഇന്റഗ്രേറ്റഡ് ആകുകയും അവർ പെസന്റ് ഗ്രൂപ്പുകളായിട്ട് കൺവേർട്ടഡ് ആകുകയും ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് റിസർച്ച് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ടെമ്പിൾ സർവീസ് കാസ്റ്റുകൾ ആയി ചില ക്ലാൻ ഗ്രൂപ്പ്സ് കൺവേർട്ടഡ് ആയെന്നുള്ളതിന് ഒരുപാട് വർക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ഓൾസോ ദോസ് വർക്ക്സ് ആർ ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം വെരി ഫ്യൂ ഹിസ്റ്റോറിയൻസ് ഹാവ് ലുക്ക്ഡ് അറ്റ് ഹൗ caste is operated among the
so-called higher caste groups or among the Dwaja caste groups. And this is also because, as Satish Deshpande has pointed out, caste and the lower caste ആൾക്കാരുടെ കാര്യത്തിൽ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു രീതിയിലുള്ള അങ്ങനെയുള്ള ചിന്തകൾ probably historians, they are also not living in a vacuum. They are also living as part of society. അപ്പം അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ രീതിശാസ്ത്രത്തിന്റെ കുഴപ്പമായിരിക്കാം. Because you always have had, particularly in Indian historiography, particular trends which look at class formations more than caste formations. A trend which looks at lower caste groups as peasant groups or as tribal formations, not as caste formations. So it's a problem both of methodology and maybe the lack of self-reflexivity as well. Let me call a nail a nail. നമ്മൾ ഈ upper caste groups ഈ ഒരു സമയത്ത് ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ പോകുന്നുണ്ട്. For instance, if you look at Brahmins as a caste group, you see that during this time, Brahmins who initially served as priests during the Vedic period also become farmers. They also become soldiers. Occasionally, they even become warriors. And if you look at later history, you also see them becoming kings. The most easy reference should be to Pushyamitra Sunga, who became king. But you also have Brahmins as a caste, or as a whole group, moving from their priestly position to that of the position of farmers. As in the Markandeya Purana, in the 135th chapter, there are references to Brahmanas who sprung from the family of Rakshasas. In fact, we get references to such categories such as Shudra Brahmana, Mlecha Brahmana, Chandala Brahmana, and even Marjara Brahmana and Nishada Brahmana. The later is described as one who might be a thief and who's also fond of fish and meat. So, according to certain strands of historiography, like Professor Chanda, the Brahmins of certain parts of India, like Maharashtra and Orissa and Bengal, are more closely related to non-Brahmana neighbors, who we refer to as Shudras or Antyajas. They were held in far lower esteem by other sets of Brahmanas. And this is a trend that we see well into the 13th century. Professor Chanda clearly mentions that the Brahmins of South India, for instance, were looked down upon by North Indian Brahmins. There is also a passage from Hemadri, the writer from 13th century, in a work called Shraddha Kalpa, where there is a reference to Shudra Brahmanas. Now, there could be two possibilities here. ഇതിലൊരു പെട്ടെന്ന് എനിക്കൊരു എക്സാമ്പിൾ ഓർമ്മ വന്ന് വിഷർ എന്ന് പറഞ്ഞൊരു ഡച്ചുകാരൻ കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പം പുള്ളി ഒരു സെറ്റ് ഓഫ് ലെറ്റേഴ്സ് അയച്ചിട്ടുണ്ട്. മെമ്മോയസ് ആണ് പുള്ളിയുടെ ഇവിടുത്തെ ഡച്ച് VOC കമ്പനിയുടെ ഒരു അവര് ഒരു പർട്ടിക്കുലർ കാൽവിനിസ്റ്റിക് കാൽവിനിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സെക്ടിന്റെ ഭാഗമായിരുന്നു. അപ്പൊ അതിലുള്ള ഒരു പ്രീസ്റ്റ് പോലത്തെ ആളാണ്. അപ്പൊ വിഷറിന്റെ ലെറ്ററിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വിഷർ പറയുന്നുണ്ട് കേരളത്തിലെ ബ്രാഹ്മിൺസ് തന്നെ ബാക്കിയുള്ള ബ്രാഹ്മിൺസിന് അത്ര മതിപ്പില്ല. ഇവരുടെ പൂണൂല് ഇവിടുത്തെ ചൈനീസ് നെറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കി പരശുരാമൻ കൊടുത്തതാണ്. Now, where did Vischer get this reference from? I do not know, but Vischer makes this reference. So even in European writings, there is a certain understanding that certain categories of Brahmanas were looked down upon other sets of Brahmanas, but they were still regarded as Brahmanas and held in high esteem in their local context. So thus in the Skanda Purana, the Gitpavana Brahmanas of Konkan were made from the funerary pyre of 60 men by Parshurama to perform for him a Shraddha. Now, according to the same Purana, Parshurama in a similar manner created Brahmins from camel's bones and also conferred Brahmanahood upon some Kaivarta families who were from the Vaishya background. So there are two possibilities here which are suggested by the likes of Professor Chanda, who suggests that these could have been Brahmanas who catered to the Shudra families or the Mlecha families or the Nishada families. That's one possibility. Now, another possibility, ഒന്നില് ഇപ്പൊ നമ്മള് മ്ലേച്ഛ ബ്രാഹ്മണ ശൂദ്ര ബ്രാഹ്മണ ഈ പുരാണങ്ങളില് മാർക്കണ്ഡേയ പുരാണത്തിലും
സ്കന്ദപുരാണത്തിലും ഒക്കെ ഇവരെ കുറിച്ച് റെഫറൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ബ്രാഹ്മണന്മാർ ഒന്നുകിൽ ശൂദ്ര ഫാമിലീസിന് അല്ലെങ്കിൽ മ്ലേച്ഛ ഫാമിലീസിന് പ്രീസ്റ്റ്ലി ഡ്യൂട്ടീസ് ഓഫർ ചെയ്തവരായിരിക്കും. രണ്ട്, there is a bigger possibility that from the ranks of Shudras, from the ranks of Mlechas, from the ranks of Nishadas, അവരുടെ ഇടയ്ക്ക് പ്രീസ്റ്റ് ആയിരുന്നവരെ ഇപ്പം വലിയ ഇറ്റ്സ് എ ഹ്യൂജ് പ്രോസസ് വേർ കുറെ ആൾക്കാരെ ബ്രാഹ്മണിക് ഫോൾഡിലോട്ട് കൊണ്ടുവരികയാണല്ലോ. അപ്പൊ ഈ കൊണ്ടുവരുന്ന പ്രോസസ്സിൽ അവരുടെ ഇടയ്ക്ക് പ്രീസ്റ്റ് ആയിരുന്നവരെ ബ്രാഹ്മണിക് ഫോൾഡിലും അവരെയും പ്രീസ്റ്റ് ആയിട്ട് അംഗീകരിക്കുകയും ഈ പുതിയ കൈൻഡ് ഓഫ് റിച്വൽസ് അവർ ഒഫീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സും മേ ബി ഇതിന്റെ ഭാഗമായിട്ട് നടന്നിരിക്കാം. സോ യു സീ ന്യൂ കൈൻഡ്സ് ഓഫ് ബ്രാഹ്മണിക് സെക്ട്സ് കമ്മിങ് അപ്പ്. You also see multiple divisions within the community of Brahmanas. അത് ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ബ്രാഹ്മണ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ പ്രീസ്റ്റിൽ നിന്ന് ഫാമേഴ്സ് ആയി മാറുകയും ലാൻഡ് ഓണേഴ്സ് ആയി മാറുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സും ഇതിന്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. From about the 7th, 8th centuries, we see a process of land grants being given to Brahmanic and other communities. അത് തുടങ്ങി വെക്കുന്ന ആന്ധ്രാപ്രദേശിലെ സതവാഹന എന്ന് പറഞ്ഞ് പിന്നീട് ആന്ധ്രാസ് എന്ന് പറയപ്പെടുന്ന റോയൽ ഡൈനാസ്റ്റിയാണ്. അവരുടെ പേരിലാണ് ആന്ധ്രാപ്രദേശ് ഇപ്പൊ വിളിക്കപ്പെടുന്നത്. പിന്നീട് ഇന്ത്യയിലെ പല റോയൽ ഡൈനാസ്റ്റീസും ഇൻക്ലൂഡിംഗ് ദ ചോളാസ് ആൻഡ് ദ ചേരാസ് ബ്രഹ്മദേയവും ദേവദാനവും എന്ന് പറഞ്ഞിട്ട് ലാൻഡ് ഗ്രാൻസ് ബ്രാഹ്മൺ കമ്മ്യൂണിറ്റീസിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ലാൻഡ് ഗ്രാൻസ് കൊടുക്കുന്നതോടെ ഈ കമ്മ്യൂണിറ്റീസ് ലാൻഡ് ഓണേഴ്സും ഫാമേഴ്സുമായിട്ടൊരു ഒരു ഷിഫ്റ്റ് ഇവിടെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ഈ ബ്രാഹ്മണിക് ടെക്സ്റ്റുകൾ തന്നെ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇവരുടെ റിച്വൽ റോള് മാറുന്നുണ്ട്. അപ്പം ഇവർ എങ്ങനെയാണ് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത്? സോ നമ്മളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും ഇത് കലികാലമാണ്, കലികാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. സോ ഈ കലികാലം എന്നുള്ള റെഫറൻസ് ഈ ഒരു സമയത്താണ് ബ്രാഹ്മണിക് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റുകളിൽ വരുന്നത്. ദാറ്റ് വി ആർ ലിവിങ് ഇൻ എ കലി ഏജ്, വി ഹാവ് ടു റിസോർട്ട് ടു എക്സിഡന്റ് മെഷേഴ്സ്. നമുക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ, കാരണം ഈ കാലം ശരിയല്ല. അതുകൊണ്ട് നമുക്ക് we have to resort to being landowners. We have to resort to also having among us people from other backgrounds. For instance, നമ്മൾ കലി ഏജിനെ കൂടെ പറയുന്ന ഒരു കാര്യമാണ് ആപത്കാല ധർമ്മ. അപ്പൊ ഈ ആപത്കാല ധർമ്മത്തില് അതില് ഭാഗവത പുരാണയിൽ ഒരു റെഫറൻസ് ഉണ്ട് which says that you might be in a situation where you might even be forced to eat the flesh of a dog. നമ്മൾ പട്ടിയുടെ ഫ്ലഷ് കഴിക്കേണ്ട വരെ ചിലപ്പം വരും. അത്രയൊന്നും നമുക്ക് ചെയ്യേണ്ടി വരുന്നില്ലല്ലോ. നമുക്ക് പുതിയ ഓക്യുപ്പേഷൻ, സ്റ്റില്ലിംഗ് ദ സോയിൽ ഓർ ഹണ്ടിങ് ഓർ ബീങ് എ വാരിയർ ഒക്കെ വേണമെങ്കിൽ ബ്രാഹ്മൺസിന് വരെ ഏറ്റെടുക്കാവുന്നുള്ള റെഫറൻസസ് ഈ പുരാണാസിലുണ്ട്. ഈ ഒരു റെഫറൻസസ് ഈ പുരാണാസിൽ ബ്രാഹ്മൺസിനെ കുറിച്ച് ഉള്ളപ്പോൾ തന്നെ ലോവർ കാസ്റ്റുകൾ വേദങ്ങൾ കേട്ടുണ്ടായെന്നുള്ള റെഫറൻസ്, റിച്വൽ മോണോപ്പൊളി ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയിൽ തന്നെ ആയിരിക്കണമെന്നുള്ള റെഫറൻസ് ഉണ്ട്. സോ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ആലോചിക്കണം. പുതിയ കമ്മ്യൂണിറ്റീസിനെ ബ്രാഹ്മണിക് ഫോൾഡിലോട്ട് കൊണ്ടുവരികയാണ് അറ്റ് എവറി റങ്. സോ ക്ഷത്രിയാസ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്, ബ്രാഹ്മണാസ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്, ശൂദ്രാസ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്, വൈശ്യാസ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അറ്റ് എവറി റങ് ഓഫ് ദാറ്റ് കാസ്റ്റ് pyramid you are adding more people, and at the same time you are also cutting off access to ritual knowledge to a large set of people. ഇത് രണ്ടും ഒരേ സമയത്ത് ഈ പ്രോസസ്സ് പുരാണിക് ഹിന്ദുയിസത്തിന്റെ ഏജസിൽ നടക്കുന്നുണ്ട്. So it was a time of absolute cultural complexity, but there is also a negotiation which is happening. So Suviraj Jayaspal, for instance, considers bhakti to have been instrumental in forging a broader cultural unity by integrating tribal, local, and regional cults, but within a larger Brahmanical framework. And this is a larger point to be remembered, that you had Brahmins becoming prominent and playing a crucial role in the legitimation of authority structure with a near monopoly of ritual knowledge. And at the same time, this was an age, this was a period, and most of the processes during this period also led to a realignment of caste structures with a larger caste hegemony being at work. Multiple kinds of caste transgressions നമ്മൾ ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പറയിപ്പെറ്റ പന്തീര് കുലത്തിന്റെ ഒരു ലെജൻഡ് പിന്നീടുള്ള കാലഘട്ടത്തിലുണ്ട്. അപ്പൊ ഈ പറയിപ്പെറ്റ പന്തീര് കുലത്തില് പറയുടെ ഹസ്ബൻഡ് ആയിട്ട് വരുന്ന വരരുചിയാണ്.
So Vareruji is a Brahmin there. Similarly, നമ്മൾ മത്സ്യഗന്ധിയുടെ ലെജൻസ് കേൾക്കുന്നുണ്ട്. നമ്മൾ മഹാഭാരത ട്രഡീഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ കർണന് ക്ഷത്രിയ സ്റ്റേറ്റസ് കൺഫർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാസ്റ്റ് ട്രാൻസ്ഗ്രഷൻസിന്റെ സ്റ്റോറീസ് നമുക്ക് ഈ പുരാണിക് ട്രഡീഷനിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. ബട്ട് ക്വൈറ്റ് ഇൻസിഡന്റ്ലി ഇൻ മോസ്റ്റ് ഓഫ് ദീസ് കേസസ് എപ്പോഴും you have a male Brahmana and a woman from one of the other Varnas. Which is also very curious because according to the Bija-kshetra concept, ഇപ്പം നമ്മൾ മെഡിക്കൽ ട്രഡീഷൻസ് എടുത്ത് നോക്കിയാൽ, ആയുർവേദ പോലുള്ള മെഡിക്കൽ ട്രഡീഷൻസ് എടുത്ത് നോക്കിയാലും ധർമ്മശാസ്ത്രങ്ങൾ പോലെയുള്ള എന്നാ ലീഗൽ എന്ന് പറയാൻ പറ്റില്ല, കോഡ്സ് ഓഫ് കണ്ടക്ട്സ് എടുത്ത് നോക്കിയാലും നമ്മൾ കാണുന്ന ഒരു ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ, കുട്ടിക്ക് ബീജം അച്ഛനിൽ നിന്നാണ് വരുന്നത്. അതായത് ബീജം ഇടുന്ന ആള് ആണാണ്. പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് ക്ഷേത്രം പോലെ, ഫീൽഡ് പോലെയാണ്. സോ ദ ഫീൽഡ് പ്രൊഡ്യൂസസ് a crop which has the nature of the seed which is sown there. So അച്ഛന്റെ ക്വാളിറ്റീസ് ആണ് കുട്ടികളിലേക്ക് വരുന്നത് എന്നുള്ള ഒരു ഐഡിയ വരുന്നു. ഇത് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയ സിൻ, ഫോർ ഇൻസ്റ്റൻസ് ഇൻ ദ മാർക്കണ്ഡേയ പുരാണ, is when you have a union of a Shudra woman with you have the union of a Brahmana woman with a Shudra man. ഇതിന്റെ ഒരു റിവേഴ്സൽ അവിടെ കാണാം. ഏറ്റവും വലിയ സിന്നായിട്ടും അല്ലെങ്കിൽ ഡെത്തിന് അർഹിക്കപ്പെടുന്ന ഒരു സിന്നായിട്ടും കാണപ്പെടുന്നതെന്ന് എപ്പോഴും ഒരു ശൂദ്ര മാനും ബ്രാഹ്മണ വുമന്റെയും യൂണിയൻ ആണ്. So this whole idea of Bija-kshetra concept is being turned topsy-turvy there. But at the same time, you do have several instances of Sankara Jadis being referred to. You have several instances of caste transgressions being mentioned in Puranic literature. Myth-making in the process, പല ഗ്രൂപ്പ്സിനെയും ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ഇങ്ങനെയുള്ള സ്റ്റോറീസും ഇങ്ങനെയുള്ള കാസ്റ്റ് ട്രാൻസ്ഗ്രഷൻസിന്റെ സ്റ്റോറീസ് പറയുന്നത്. പക്ഷെ ഈ സ്റ്റോറീസ് പിന്നെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് പുരാണിക് പെർഫോമേറ്റീവ് ട്രഡീഷൻസും പിന്നീടുള്ള ക്ഷേത്രങ്ങളുടെ ലെജൻസിന്റെ പാർട്ടായിട്ടും എല്ലാം ഇത് വർക്ക് ചെയ്യുന്നു. ഗോഡസ് ട്രഡീഷൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫ്രം വേൾഡ് ഓവർ നമുക്ക് മദർ ഗോഡസ് എന്ന് പറഞ്ഞൊരു സങ്കല്പം കാണാൻ പറ്റും. ഫോർ ഇൻസ്റ്റൻസ്, നമ്മൾ ലോകത്തിലുള്ള ആദ്യത്തെ നിയോളത്തിക് ഹാബിറ്റേഷൻ സെറ്റിൽമെന്റ് ആയിട്ടുള്ള ചത്താൽഹൂക്കിൽ നിന്ന് പോലും നമുക്കൊരു കിട്ടിയിട്ടുള്ള, നമുക്ക് വേണമെങ്കിൽ റിലീജിയസ് എന്ന് വിളിക്കാൻ പറ്റുന്ന, ഇറ്റ് കുഡ് ബി കൾട്ടിക്, അപ്പൊ ഒന്നും സ്ട്രക്ചേർഡ് റിലീജിയൻ ഒന്നും ഇവോൾവ് ചെയ്തിട്ടില്ല. അവിടെ നിന്ന് പോലും നമുക്ക് കിട്ടുന്നത് മദർ ഗോഡസ് ഫിഗറീൻസ് ആണ്. There are several contentions to this idea that all such figurines of women might not be mother goddess figurines. They might be queens, they might be tribal chiefs, they might be matriarchs of the tribe. നമ്മുടെ ഗെയ്സിന്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താണ് പേട്രിയാർക്കൽ ഓറിയന്റേഷന്റെ കുഴപ്പമാണ്. നമ്മൾ ഒരു വുമണിന്റെ പ്രതിമയെ കിട്ടുമ്പോൾ നമ്മൾ ഉടനെ പെട്ടെന്ന് അത് മദർ ആണ് അല്ലെങ്കിൽ മദർ ഗോഡസ് ആണ് എന്ന് വിചാരിക്കുന്നത്. അതില് ഫെമിനിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഇപ്പോൾ വാദിക്കുന്നത്, whenever you have, particularly from a Neolithic context or a prehistoric context, when we have such figurines, what we observe is that these are figurines of very old women. You have sagging breasts being represented, you have voluptuous bodies being represented, you have them having very little hair on their head. So inginella representations could be of female tribal heads, could be of matriarchs of the tribes, could be of oracles in the tribe. And ഇങ്ങനെയുള്ള റീറീഡിങ്ങുകളും നടക്കുന്നുണ്ട്. But what you do see from the Greco-Roman traditions and the Mesopotamian tradition is that you have female figures being represented as icons, as figurines. In the Indian context, now one can also say that from Harappa also we have recovered a large number of female figurines. From different parts of India, from different parts of the Indian subcontinent, we have seen the existence of pre-Aryan tribal goddesses or pre-Aryan goddesses. This is something that Kosambi had observed about 50 years ago. This is something that anthropologists and ethnologists are observing till date. So you have various kinds of goddesses. You have mother goddesses being represented. You have virginal goddesses being represented. You have fierce goddesses being represented. You have war-hungry goddesses being represented. And there is no conflation of them into a larger mother goddess agency.
Professor Mahalakshmi and Professor Champalakshmi have pointed out that you do have several goddesses from the pre-Aryan tradition, from what can be referred to as South Indian tradition, where you have them not having any consorts. ഭർത്താവ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഫാമിലി സ്ട്രക്ചറിന്റെ ഭാഗമല്ലാത്ത സെവറൽ ഗോഡസസിനെ നമുക്ക് ഒരു ഒരു പ്രീഹിസ്റ്റോറിക് സമയം തൊട്ട് നമുക്ക് സൗത്ത് ഇന്ത്യയിലും ഈസ്റ്റ് ഇന്ത്യയിലും പെർട്ടിക്കുലർലി കാണപ്പെടും. ഇങ്ങനെ ഒരു ദേവിയാണ് കൊട്രാവായ് എന്ന് പറഞ്ഞ സംഘകാല കൃതികളിൽ റെഫറൻസ് ഉള്ള ദേവി. കൊട്രാവായിക്ക് ഒരു ഫാമിലി ഉള്ളതായിട്ടും കൊട്രാവായിക്ക് ഒരു ഭർത്താവ് ഉള്ളതായിട്ടും ഒന്നും ഇനീഷ്യലി റെഫറൻസസ് ഇല്ല. പക്ഷെ പിന്നീടുള്ള സംഘകൃതികളിൽ കൊട്രാവായുടെ മകനായിട്ട് വേലിനെ പ്രതിഷ്ഠിക്കപ്പെടുന്നുണ്ട്. അപ്പം എഗെയിൻ മദർ എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് കൊട്രാവായി പതുക്കെ ട്രാൻസ്ലേറ്റഡ് ആയി പെടുക ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് സംഘം വർക്കുകളിലും നമ്മൾ പതിയെ കൊട്രാവായിനെ ദുർഗയായിട്ട് ഒരു മാറ്റപ്പെടുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നു. സോ നമ്മൾ വി ഡു സീ കൊട്രാവായി ആൻഡ് കൊട്രാവായി ഡസ് നോട്ട് ഹാവ് എനി അതർ ഫിഗേഴ്സ് നിയർ ഹർ. ആൻഡ് കൊട്രാവായുടെ വാഹനം എന്ന് പറയുന്ന ഒരു സ്റ്റാഗ്, ഒരു ആന്റിലോപ്പ് ആണ്. 10th 11th സെഞ്ചുറീസിൽ, അതായത് ഈ ഭക്തി മൂവ്മെന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊട്രാവായിയെ മഹിഷാസുര മർദിനിയാക്കി മാറ്റുന്ന ഒരു ടെൻഡൻസി നമുക്ക് കാണാം. നമുക്ക് ഈ ഒരു സെക്കൻഡ് ഫിഗർ വിച്ച് ഇസ് ഫ്രം ദ 10th century നോക്കുകയാണെങ്കിൽ കൊട്രാവായി നിൽക്കുന്നത് ഒരു കാളയുടെ പുറത്താണ്. അതുപോലെ നമുക്ക് കാണാം കൊട്രാവായി ഒരു പർട്ടിക്കുലർ പോസ്ചറിൽ ആണ് നിൽക്കുന്നത്. മാമല്ലപുരം നോക്കുകയാണെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ വിച്ച് സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രഫി യു ബിലോങ് ടു, ഈ ഒരു പർട്ടിക്കുലർ ഫ്രെസ്കോ നോക്കുകയാണെങ്കിൽ യു ഹാവ് കൊട്രാവായി ആസ് മഹിഷാസുരമർദിനി, or if you want to call her Kottravai, you can still call her, because there are historians who refer to this fresco as the Kottravai fresco as well. പക്ഷെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലെ മഹിഷാസുരമർദിനി ഇമേജസ് അല്ലെങ്കിൽ ഐക്കൺസ് നോക്കുകയാണെങ്കിൽ there is a striking resemblance here where she is seated on a lion. So her mount is no more the stag, and she is attacking Mahisha. ഈ മഹിഷന്റെ റെപ്രസെന്റേഷനും നിങ്ങൾ നോക്കണം. Mahisha is represented with a buffalo or a bison head with horns, and he is dimensionally larger than the Devi here. അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും മഹിഷന്റെ കൂടെയും ഒരു ആർമി ഉണ്ട്. ഇവിടെ ഒരാള് ഫാമിഷ്ഡ് ആയിട്ട് ഫോർ ഇൻസ്റ്റൻസ് കിടക്കുന്നുണ്ട്, ഇവിടെ ഒരാൾ നിലവിളിക്കുന്നത് പോലെ നിൽക്കുന്നുണ്ട്. അപ്പൊ മഹിഷന്റെ ആർമീസും മഹിഷാസുര മർദിനിയായ ദുർഗയുടെ, അത് മഹിഷനെ മർദിക്കുന്ന അല്ലെങ്കിൽ മഹിഷനെ വധിച്ച മഹിഷാസുര മർദിനിയായ ദുർഗയാണ് അവിടെ റെപ്രസെന്റേഷൻ. ബട്ട് അഗെയിൻ വെൻ യു ലുക്ക് അറ്റ് ഹർ iconographically, you can see that she is strikingly similar to Kottravai as well. So you have a fusion of Kottravai with the image of Durga, with the image of Mahishasura Mardini by the time you reach 11th 12th century. Similarly, a large number of pre-Aryan deities, a large number of tribal deities, a large number of deities which belong to multiple kinds of literate and non-literate societies were fused into the idea of the mother goddess, particularly the idea of goddess as Shakti or goddess as Adiparashakti. So you have, for instance, the Aranyavasini. Aranyavasini എന്ന് പറഞ്ഞാൽ എന്താണ്? Aranya എന്ന് പറഞ്ഞാൽ forest goddesses എല്ലാം. Khatavasini, which is the goddess who is represented, who's a fertility goddess, who's usually represented either as the womb or as the vagina. അപ്പം യല്ലമ്മ പോലുള്ള കൾട്ടുകൾ വേർ യു ഹാവ് ഇറ്റ്സ് എ കൗണ്ടർ പാർട്ട് ഓഫ് ലിംഗ വർഷിപ്പ്. മേ ബി അങ്ങനെ പറയുന്നതും തെറ്റായിരിക്കും, അത് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വന്നായിരിക്കും. മേ ബി വൺ ഷുഡ് നോട്ട് മേക്ക് ദാറ്റ് കമ്പാരിസൺ. സോ ഘടവാസിനി ആയിട്ടുള്ള ദേവികളും വടയക്ഷിനി ആയിട്ടുള്ള, ഈ വടയക്ഷിനി എന്ന് പറയുന്നത് ട്രീ വർഷിപ്പിന്റെ ഭാഗമായിട്ട് ഉള്ള ദേവികളും. അറ്റ് ദ സെയിം ടൈം യക്ഷിനി എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ബുദ്ധിസത്തിലും കാണാം. അത് ഹിന്ദുയിസത്തിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യക്ഷിനി, ഹൂസ് എ ഗാർഡിയൻ ഗോഡസ് ഫ്രം ബുദ്ധ ജൈന കോണ്ടെക്സ്റ്റ്, ബിക്കംസ് എ ഡീമൺ ലൈക്ക് ഗോഡസ്, ബിക്കംസ് എ മാലിവോളന്റ് ഗോഡസ് വിത്തിൻ ദ ബ്രാഹ്മണിക് ട്രഡീഷൻ. സോ വടയക്ഷിനിയെയും ഘടവാസിനെയും ഫോറസ്റ്റ് ഡ്വെല്ലിംഗ് ആയിട്ടുള്ള അരണ്യവാസിനെയും സ്തംഭേശ്വരി
ഡീറ്റീസിനെയും, അതായത് കല്ലുകളിൽ വസിക്കുന്ന പില്ലേഴ്സിൽ വസിക്കുന്ന ദേവികളെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് എല്ലാം എന്താ ദുർഗയുടെ പല പല ഫാസറ്റ്സ് അല്ലെങ്കിൽ ദുർഗയുടെ പല പല ആസ്പെക്ട്സ് ആയിട്ട് മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമുക്ക് ഈ ഒരു സമയത്ത് കാണാം. ദേവി മഹാത്മ്യം എഴുതപ്പെടുന്ന കാലഘട്ടത്തിൽ ഈ എല്ലാ ഗോഡസസും തന്നെ ശക്തിയുടെ പല പല വേർഷൻസ് ആണെന്ന് ഉള്ള രീതിയിലാണ് മുമ്പോട്ട് വെക്കുന്നത്. ഈവൻ ദോ ഈ ഓരോ ഗോഡസസിനും ഓരോ മിത്സ് കൊടുക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ദുർഗയാക്കി മാറ്റപ്പെടുമ്പോൾ ഓർക്കണം, ദുർഗ ശിവന്റെ കൺസേർട്ടായി മാറ്റപ്പെടുന്നത്. സോ ഒരു ലാർജർ പാൻതിയനിന്റെ ഭാഗമാക്കുകയും ആ ലാർജർ പാൻതിയനിൽ തന്നെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ, ബട്ട് അറ്റ് ദ സെയിം ടൈം a little lower than a male god, a little lower than a previous Brahmanic deity എന്നുള്ള പൊസിഷനിലോട്ട് ഈ പല പല ട്രൈബൽ ഗോഡസസുകൾ മാറ്റപ്പെടുകയാണ്. ഇതിന് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ലജ്ജാ ഗൗരി എന്ന് പറയുന്ന ദ ബേർത്തിങ് ഗോഡസ് എന്ന് പറയുന്ന ഒരു ട്രഡീഷൻ നിലനിൽക്കുന്നുണ്ട്. വെരി ക്ലിയർലി എ ഫെർട്ടിലിറ്റി ഗോഡസ്. യു ഹാവ് a very prominent prominent place which river goddesses had, for instance Ganga and Yamuna. Similarly you have the Grama Devata tradition. Oro village inum oru clan deity pole allengil oru guardian deity pole, and usually these were female deities. Now why were they female deities? There are two theories about it. One was because there was a certain fascination to the idea of giving birth and also to menstruation, which these female biological process evoked certain kinds of fear, at the same time certain kinds of anxiety, which led tribal groups to worship them. At the same time, one must also think that we are looking at societies which had a very high mortality rate. ഒരുപാട് പേര് വാർ വഴി, ഇഞ്ചുറി വഴി, ഡിസീസ് വഴി മരിച്ചു പോകുന്ന, ലൈഫ് സ്പാൻ വളരെ കുറവുള്ള ഏൻഷ്യൻ സൊസൈറ്റീസിൽ ഫെർട്ടിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ആ ഒരു സമയത്ത് ഒരു പുരുഷനും ഒരു സ്ത്രീയും ചേർന്നാണ് ഒരു കുട്ടി ഉണ്ടാകുന്ന എന്നുള്ള ഒരു കോൺസെപ്റ്റ് വളരെ പിന്നീടാണ് ആൾക്കാർക്ക് മനസ്സിലാകുന്നത്. ആസ് ലേറ്റ് ആസ് മേ ബി 12th 13th centuries if some accounts are to be believed. So the whole process of giving birth was one of considerable anxiety, but of considerable ritual magical significance as well. So you have an emphasis being given to female deities and the process of fertility. Now you also have a group of scholars who have argued that fertility of the earth was analogized with the fertility of women. So ingane oru reethiyilum you have female deities gaining a lot of significance. സിമിലർലി ഇത് നമ്മൾ ആലോചിക്കണം, ഇതൊന്നും അഗ്രികൾച്ചറൽ ഓട്ട് ട്രാൻസിഷൻ ചെയ്യാത്ത സൊസൈറ്റീസ് ആണ്. എല്ലാ ഗ്രൂപ്പ്സും അഗ്രികൾച്ചറിലോട്ട് ട്രാൻസിഷൻ ചെയ്യണമെന്നല്ല നമ്മൾ പറയുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ട്രൈബൽ സൊസൈറ്റീസിന്റെ ഇപ്പൊ നമ്മൾ തിണകളുടെ ഒക്കെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ നോട്ട് ട്രാൻസിഷൻ ടു അഗ്രികൾച്ചർ. ഇറ്റ് ഈസ് വിത്ത് എ ട്രാൻസിഷൻ ടുവേർഡ്സ് അഗ്രികൾച്ചർ ദാറ്റ് മെയിൽ സ്ട്രെങ്ത് ബിക്കംസ് ഇമ്പോർട്ടൻറ്റ്. വേർ യു ഹാവ് പ്ലവ് യൂസ് ചെയ്യണമെങ്കിൽ upper body strength വേണം. അതുകൊണ്ട് തന്നെ there's a focus which shifts with agriculture towards that of the male members of the clan or the tribe. So അത് ഇതുവരെ നടന്നിട്ടില്ല. അഗ്രികൾച്ചർ വരുമ്പോഴാണ് ലാൻഡ് ഇമ്പോർട്ടന്റ് ആകുന്നത്. ലാൻഡ് ഇമ്പോർട്ടന്റ് ആകുമ്പോഴാണ് പതിയെ പതിയെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഐഡിയാസ് വരുന്നത്. അപ്പോഴാണ് ഫാദർഹുഡ് അസർട്ടൻ ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആകുന്നത്. അപ്പോഴാണ് ഫാമിലി ഇമ്പോർട്ടന്റ് ആകുന്നത്. സോ ഇതൊന്നും സംഭവിച്ചിട്ടില്ലാത്ത സൊസൈറ്റീസ് ഡെഫിനറ്റ്ലി യു ക്യാൻ ഹാവ് മെട്രിലീനി ബീങ് പ്രാക്ടീസ്. ഇവരൊന്നും പേട്രിയാർക്കൽ അല്ലെന്നല്ല പറയുന്നത്, ഇവരെല്ലാം മേട്രിയാർക്കൽ അല്ലെന്നും അല്ല വാദം. There's a certain prominence given to ideas of fertility and there's a certain prominence given in the religious context to female deities. ഇതാണ് വാദം. സോ ഇങ്ങനെ ഫീമെയിൽ ഡീറ്റീസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന്, മൾട്ടിപ്പിൾ കൈൻഡ്സ് ഓഫ് ഫീമെയിൽ ഡീറ്റീസ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് റിവർ ഗോഡസ് ആകട്ടെ, ഫെർട്ടിലിറ്റി ഗോഡസ് ആകട്ടെ, ട്രീ ഗോഡസസ് ആകട്ടെ, ഫോറസ്റ്റ് ഗോഡസസ് ആകട്ടെ, റോക്ക് ഗോഡസസ് ആകട്ടെ, പില്ലർ ഗോഡസസ് ആകട്ടെ, ഇങ്ങനെ പല കൈൻഡ്സ് ആൻഡ് കാറ്റഗറീസ് ഓഫ് ഗോഡസസ് ഉണ്ടായിരുന്ന ഒരു സമയത്തിൽ നിന്ന് ഈ ഗോഡസസിനെ എല്ലാം ഫ്യൂസ് ചെയ്ത് ദുർഗ എന്നുള്ള ഒരു ഐഡിയയിലേക്ക്
കൊണ്ടുവരുന്നതും നമുക്കിത് കാണാം. There's a wonderful work by Professor Mahalakshmi called The Making of the Goddess. അതിൽ ഈ ഒരു പ്രോസസ്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. Now, just to wind up the talk, since the heading was Mahisha, Mahishi and Mahishasuramardini. So who was Mahisha? Now, Mahisha എന്നുള്ള റെഫറൻസ് നമ്മൾ ആദ്യം കാണുന്നത് ഒരു സ്ഥലമാണ്. It's not even a person, it's a place. So കലിംഗയുടെ അടുത്തുള്ള മഹിഷ എന്നുള്ള ഒരു റെഫറൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബുദ്ധിസ്റ്റ് മഹാവംശ ശ്രീലങ്ക ബേസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത്. അതിനകത്ത് വി ഹാവ് എ റെഫറൻസ് വേർ ബുദ്ധിസ്റ്റ് സന്യാസികളെ മഹിഷ മണ്ഡലത്തിലേക്ക് അയക്കുന്നതായിട്ടൊരു റെഫറൻസ് ഉണ്ട്. അപ്പൊ ഈ മഹിഷ മണ്ഡല എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നെന്നും അതിനൊരു ക്യാപിറ്റൽ ഉണ്ടായിരുന്നെന്നോ ഈ ബുദ്ധിസ്റ്റ് വർക്കിൽ ഉണ്ട്. അപ്പൊ ഈ മഹിഷ മണ്ഡലത്തിലെ കിങ് ആയിരുന്നായിരിക്കാം മഹിഷ എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. അറ്റ് ദ സെയിം ടൈം മഹിഷ എന്ന് പറയുന്ന മഹി എന്ന് പറഞ്ഞാൽ മഹിപാല എന്നൊക്കെ പറയുന്ന യൂസേജ്, മഹിതലം എന്നൊക്കെ ഉള്ള യൂസേജ്, ഇറ്റ്സ് എ റെഫറൻസ് ടു ലാൻഡ്. സോ മഹിപാല ഇസ് എ റെഫറൻസ് ടു കിങ്. സോ മഹിഷ വുഡ് ബി എ റെഫറൻസ് ടു എ കിങ്. ഈശൻ എന്ന് പറഞ്ഞാൽ ലോഡ്, ലൈക്ക് ഗണേശ ഓർ എന്താ ഈശ്വര, ലോഡ്. സോ ലോഡ് ഓഫ് earth എന്നുള്ള രീതിയിൽ could have been a king or a tribal chief from Mahisha Mandala. There's a possibility there. But maybe they had a buffalo totem. So there's a possibility there that ഈ മഹിഷാസുര മർദിനി എന്നുള്ളത് ഈ മഹിഷ ട്രൈബിനെ വാൻക്വിഷ് ചെയ്തതിന്റെ അല്ലെങ്കിൽ മഹിഷ ട്രൈബിനെ ലാർജർ ബ്രാഹ്മണിക് പാൻതിയനിലോട്ട് അസിമിലേറ്റ് ചെയ്തതിന്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആയിരിക്കാം മഹിഷാസുര മർദിനിയുടെ. ഇങ്ങനെ നമുക്ക് വാദിക്കാം. നമുക്ക് രണ്ടാമതായിട്ട് യു ക്യാൻ ഓൾസോ ആർഗ്യൂ ദാറ്റ് ഇൻ വേൾഡ് ഓവർ ദ ബുൾ വാസ് അണ്ടർസ്റ്റുഡ് ആസ് എ സിംബൽ ഓഫ് മെയിൽ ഫെർട്ടിലിറ്റി. നമ്മളത് ഫ്രാൻസിലെ ലക്കോക്സ് കേവ്സിൽ നോക്കുകയാണെങ്കിലും നമ്മൾ സെവറൽ ഇൻഡിക് ആയിട്ടുള്ളതും ആഫ്രിക്കൻ ആയിട്ടുള്ള ട്രഡീഷൻസ് നോക്കുകയാണെങ്കിലും ബുള്ളിനെ മെയിൽ ഫെർട്ടിലിറ്റിയുടെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് നമുക്ക് പല വേൾഡിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കാണാം. സോ ഇറ്റ് ക്യാൻ ഓൾസോ ബി എ റെഫറൻസ് ടു മെയിൽ ഫെർട്ടിലിറ്റി ബീങ് ചാലഞ്ച്ഡ്, മെയിൽ ഫെർട്ടിലിറ്റി ബീങ് ക്വസ്റ്റ്യൻഡ് ബൈ എ ഫീമെയിൽ deity. But one also has to remember it's a female deity which derives its power from a group of Brahmanic gods. ഇപ്പൊ നമ്മൾ മഹിഷാസുര മർദിനി ലെജൻഡ് നോക്കുകയാണെങ്കിൽ മഹിഷൻ എന്ന് പറഞ്ഞൊരു അസുരൻ ഉണ്ടായിരുന്നു. ആ അസുരൻ ശിവനോട് പ്രാർത്ഥിക്കുകയും ശിവൻ വരം കൊടുക്കും. ശിവൻ കുറെ നാൾ വരം കൊടുക്കാതിരിക്കുന്നു. അവസാനം ഒരു ഇയാളുടെ പെനൻസിന്റെ പവർ കാരണം ശിവന് അപ്പിയർ ചെയ്തേ പറ്റും. അപ്പൊ ശിവൻ അപ്പിയർ ചെയ്യുന്നു. അപ്പൊ ഒരു അസുരന് വരം കൊടുക്കാണ്. അപ്പൊ അസുരൻ പറയാണ് എന്നെ ഒരു യങ് വുമണിന് മാത്രമേ വധിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ഹി ഈസ് തിങ്കിങ് ദാറ്റ് ഒരു യങ് വുമൺ എങ്ങനെ എന്നെ കൊല്ലുമെന്ന്. അപ്പം then he goes on the carnage of this world. He challenges Indra. അങ്ങനെയെല്ലാം വേൾഡിന് ഭയങ്കര പ്രശ്നം ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് എല്ലാ ദൈവങ്ങളും ചേർന്നിട്ട് ഒരു ദേവിയെ സൃഷ്ടിക്കുകയാണ്. അപ്പൊ ആ ദേവിയുടെ സോൾ പർപ്പസ് ഇസ് ടു കിൽ മഹിഷ, ആൻഡ് hence she is called as മഹിഷാസുര മർദിനി. അത് ഐഡന്റിറ്റി തന്നെ മഹിഷനെ കൊല്ലുന്നതാണ്. എന്നിട്ട് എല്ലാ ദൈവങ്ങളും, അതായത് ശിവനും വിഷ്ണുവും ഇന്ദ്രനും എല്ലാ ദൈവങ്ങളും അവരുടെ വെപ്പൺസിന്റെ ഒരു റെപ്ലിക്ക ഉണ്ടാക്കിയിട്ട് ഈ മഹിഷാസുര മർദിനിക്ക് who's also a version of Durga in Devi Mahatmya and other account കൊടുക്കുകയാണ്. So she is sort of deriving her power, she is deriving her ferocity from a Brahmanic tradition. So here you have a female icon who's deriving her power from a larger Brahmanic hegemonic apparatus and who is vanquishing a symbol of male fertility. So just look at this legend which has so many different layers and which can be read in so many different ways. But നമുക്കിന്റെ ഒരു ലാർജർ പുരാണിക് ഹിന്ദു അസിമിലേഷന്റെ ഭാഗമായിട്ട് ഇത് വായിക്കുകയാണെങ്കിൽ you can see that Kotrava is being fused into the figure of Mahishasura Mardini. You have then Mahishasura Mardini being fused into the larger image of Durga, and Durga being then understood as the consort of Shiva. So you have multiple negotiations happening, and within all these negotiations you have
all kinds of gender ideologies which are present in Brahmanism, all kinds of caste identities which are present in Brahmanism being very neatly worked out as well. I'll end with a reference to Mahishi. So who is Mahishi? Mahishi called a reference other than the Ayyappa legend in an ancient context, because the Ayyappa legend is relatively recent. നമ്മളൊരു വലിയ history നോക്കുകയാണെങ്കിൽ. So Mahishiയെ കുറിച്ചിട്ടുള്ള ഒരു reference. So the reference that we have to Mahishi is from the Vishnu Purana in its account of the various hells that people go to. So it mentions among those hells Mahishi, who's a female buffalo, or who has been made into a female buffalo. And she is someone who dispenses her favor at random and whose husband does not condone her actions. So Mahishയുടെ റെഫറൻസ് വിഷ്ണു പുരാണയിൽ വരുന്നത് ഒരു ഫീമെയിൽ ബഫലോ ആയിട്ടാണ്. അറ്റ് ദ സെയിം ടൈം സ്വന്തം ഭർത്താവിനാൽ കൺട്രോൾ ചെയ്യപ്പെടാത്ത, അവളുടെ ഇഷ്ടങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അവളുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അവളുടെ ഇഷ്ടത്തിന് ഫേവേഴ്സ് ഗ്രാന്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് മഹിഷിയെ പറഞ്ഞിരിക്കുന്നത്. സ്കന്ദ പുരാണയിൽ നോക്കുകയാണെങ്കിൽ മഹിഷി again is referred to as a female buffalo and somebody who acts according to her own will. നമ്മൾ പിന്നീടുള്ള സ്മൃതി ലിറ്ററേച്ചറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം മഹിഷി ഈസ് someone who constantly defies her husband or who constantly defies patriarchy. So മഹിഷി എന്ന് വിളിക്കപ്പെടുന്നത് ഫ്രീ വിൽ ഉള്ള ഒരു വുമൺ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. ആൻഡ് എനിക്ക് തോന്നുന്നു ദിസ് ഇസ് എ ടാഗ് ദാറ്റ് ഓൾ ഫെമിനിസ്റ്റ് മസ്റ്റ് എംബ്രേസ്, or all women who want to live according to their will, they should embrace this tag of Mahishi. കാരണം നമുക്ക് കിട്ടുന്ന റെഫറൻസ് ഈസ് ഓഫ് എ വുമൺ ഹൂ ഇസ് ഫ്രീ ടു ആക്ട് ഓൺ ഹെർ ഓൺ. പിന്നീട് ഒരു റെഫറൻസ് ഇതിലുണ്ട്, അത് കാമശാസ്ത്ര ട്രഡീഷനിലാണ്. അതിൽ പറയുന്നത് ദ്രാവിഡ ദേശങ്ങളിൽ മഹിഷി റെഫറൻസ് ഇല്ല, ബട്ട് ദർസ് എ റെഫറൻസ് ടു വിമൻ ഫ്രം ദ സൗത്ത്. ദ്രാവിഡ ദേശയിലുള്ള വുമൺ, they live according to their own will. They do not follow the practices of the Dharmashastra എന്ന റെഫറൻസ് ഉണ്ട്. So according to both accounts, what you see is that there is a general pointing towards women from the south and that they're different. A. B. That there's someone who does not strictly follow the lines of patriarchy and all that. But having said that, you also have several smritis being written later where there are a lot of prescriptions and proscriptions on women. And you also see a lot of literature, Sanskritic and otherwise, where women have themselves started following patriarchal ideology. So that's my talk on Mahishi and Mahishasuram. Let me wind up there and maybe I can take some questions now.